അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷിബിച്ചായൻ ചോദ്യം ചോദിക്കും, നമ്മുടെ ടിസം ബ്രദർ അതിനുള്ള ഉത്തരം കൊടുക്കും. അല്ല, അപ്പോൾ ഞാൻ അതൊരു ക്യൂ ആൻഡ് ചോദിക്കുന്നതിന് സെക്ഷൻ പോലെ മുമ്പേ പോകും. അദ്ദേഹം അതിന്റെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊന്ന് അവതരിപ്പിക്കട്ടെ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ. അതല്ലേ അല്ല അത് നല്ലത്. അത് അവതരിപ്പിക്കുമല്ലോ, അതെന്തായാലും അവതരിപ്പിക്കും. അത് അന്നേരം അതാണ് നമ്മുടെ ഇത്. പക്ഷെ ആദ്യം ടിസം ബ്രദർ എന്താണെന്നുള്ള ആ ഒരു വിഷയം ആദ്യം അവതരിപ്പിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഈ സെക്ഷൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മളൊരു സംവാദം, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സംവാദം എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും വിഷയം അവതരിപ്പിക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതല്ല, നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടിസം ബ്രദർ വിഷയം അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഒരു ചർച്ച പോലെ ആ കാര്യങ്ങളിലുള്ള ക്ലാരിഫിക്കേഷനും ആ കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രണ്ടുപേരെയും, ടിസം ബ്രദറിനെയും ഷിബു പിടിക്കൽ പാസ്റ്ററിനെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ടിസം ബ്രദറിനെ വിഷയാവതരണത്തിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു അനുമോൻ ബ്രദറെ. ഇവിടെ ഇത്രേ ഉള്ളൂ. നമ്മളിവിടുത്തെ ഇന്നത്തെ ചർച്ച ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് ഹോളി ട്രിനിറ്റി പുതിയ നിയമത്തിൽ വളരെ വ്യക്തതയോടെ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തതയുണ്ടെങ്കിലും ഒരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അക്ഷരാർത്ഥത്തിൽ ഹോളി ട്രിനിറ്റിയെ കുറിച്ചുള്ള ക്രിസ്ത്യൻ വേൾഡിന്റെ അണ്ടർസ്റ്റാൻഡിങ് പുതിയ നിയമത്തിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വ്യക്തതയോടെ എടുക്കാൻ പറ്റും. അപ്പൊ ആ ട്രിനിറ്റി തന്നെയാണ് പഴയ നിയമത്തിലെ യഹോവ എന്നതാണ് സംവാദ വിഷയം. ഇത് തന്നെയല്ലേ പാസ്റ്റർ സംവാദ വിഷയം? നിങ്ങൾ ചെയ്യിച്ചുണ്ടോ? അതെ. അപ്പം ഇതേ സംബന്ധിച്ച് ടിസം ബ്രദറിന് എന്തെങ്കിലും ഒരു പ്രമേയം ഉണ്ടെങ്കിൽ അതങ്ങ് അവതരിപ്പിച്ചു ടൈം എടുത്ത് അതങ്ങ് പറഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പം അതെ എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ഈ സംവാദത്തിന്റെ ഫസ്റ്റ് ഉത്തരം അതെ. പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ ഹോളി ട്രിനിറ്റി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പുതിയ നിയമത്തിൽ വ്യക്തതയോടെ വെളിപ്പെടുന്ന ദൈവം എന്നാണ് എൻ്റെ ഉണ്ട്. പഴയ നിയമത്തിൽ ദൈവിക വെളിപാടുകൾ പൂർണ്ണമല്ല, പുതിയ നിയമത്തിലാണ് ദൈവിക വെളിപാടുകൾ പൂർണ്ണമാകുന്നത്. അംശമായും ഘട്ടം ഘട്ടമായും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പഴയ നിയമ അബ്രഹാത്തിൽ നിന്ന് ആരംഭിച്ച് മോശയിലൂടെ പ്രവാചകന്മാരിലൂടെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ പൂർണ്ണതയാണ് യേശു ക്രിസ്തുവിലൂടെ നിറവേറുന്നത്. ഇതിൻ്റെ തെളിവായിട്ട് വളരെ കൃത്യമായിട്ട് ഉള്ള ചില വചനങ്ങൾ നിയമാവർത്തന പുസ്തകം ത്തിലെ 18:15 മോശ പറയുന്ന ഒരു വചനം ഞാൻ, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും, അവന്റെ വാക്കാണ് നീ ശ്രമിക്കേണ്ടത്. അപ്പം ഇനി 18 അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും, എൻ്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും, ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. അപ്പം ഇത് പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽക്കാരോട് പറഞ്ഞാണ്, ഇത് ജോഷിയോട് പറഞ്ഞാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ 100,000 വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ ഇത് തന്നെ റെഫർ ചെയ്ത് പറയുന്നുണ്ട്. അത് സ്റ്റെഫാനോസ് പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ ഇത് റെഫർ ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. ഞാനൊന്ന് പറയാം. ഇതാ 7-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിലാണ്, 7-ാം അധ്യായത്തിലല്ല പത്രോസിന്റെ പ്രസംഗത്തിലാണ്, ആദ്യം മുതൽ തന്നെ വിശുദ്ധ പ്രവാചകന്മാരെ ദൈവം അരുളി ചെയ്ത പോലെ സകലത്തിനെ പുനരുദ്ധാരണ സ്വർഗം അവനസിക്കുന്നത്. മോശ ഇപ്രകാരം പറഞ്ഞു, ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ ഉയർത്തും, അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ആ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കുന്നവരെല്ലാം ജനങ്ങളുടെ ഇടയിൽ നിന്നും പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. അപ്പം ഇവിടെ ഇതാ മൊത്തം അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇത് 3-ാം അധ്യായത്തിൽ ആണ് പത്രോസിന്റെ പ്രസംഗം വരുന്നത്, ആദ്യത്തെ പ്രസംഗമാണ്. അപ്പൊ ഇത് മൊത്തം ഇസ്രായേൽക്കാരുടെ ഇടയിൽ യഹോവ ചെയ്ത കാര്യങ്ങൾ, അബ്രഹാമിന്റെ ഇസ്ഹാക്ക് യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അത് മോശയുടെ ദൈവമാണെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് മോശയുടെ മുന്നിൽ സീനായി അത് നമ്മൾ ഇപ്പൊ ഷൂപാസ്റ്റർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ വിശദമായി അഡ്രസ് ചെയ്യും. അപ്പൊ അതേ ഇപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ പുതിയ നിയമത്തിലെ ഹോളി ട്രിനിറ്റി തന്നെയാണോ പഴയ നിയമത്തിലെ യഹോവ എന്നൊരു പ്രശ്നം, എൻറ്റിറ്റി ആണെന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ അവിടെയാണ് പത്രോസിന്റെ പ്രസംഗം നമ്മൾ തെളിവായി വെക്കും, സ്റ്റെഫാനോസിന്റെ പ്രസംഗം തെളിവായി വെക്കും, ഇനിയും ഇഷ്ടം പോലെ പുതിയ നിയമ റെഫറൻസുകൾക്ക് വേണമെങ്കിൽ നമുക്ക് തെളിവായി വെക്കാം. അപ്പോ ആ സ്റ്റാൻഡ് എങ്കിൽ പുതിയ നിയമത്തിലെ ദൈവം തന്നെയാണ് പഴയ നിയമത്തിലെ ദൈവം, അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ ദൈവമായ യഹോവ, ഇസ്രായേൽക്കാരെ വാഗ്ദാനത്തെ ദേശത്തേക്ക് നയിച്ച ദൈവം എന്ന്
സ്റ്റാൻഡ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് പഴയ നിയമത്തിൽ ഹോളി ട്രിനിറ്റി ആയിട്ട് ഈ ഏകദൈവമായ, പുതിയ നിയമത്തിലെ ഏകദൈവമേ ഉള്ളൂ, ഏകദൈവമാണ്, ആ ദൈവം 3 വ്യക്തികളായ ഹോളി ട്രിനിറ്റിയാണ്. അപ്പോൾ ആ ത്രിയേകത്വമാണ്. ആ ത്രിയേകത്വം തന്നെയാണോ പഴയ നിയമത്തിലെ ദൈവം? അതിനുള്ള സൂചനയുണ്ടോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തിയോളജിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തത കുറവുള്ള പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. 100% പെർഫെക്റ്റ് ആയിട്ട് ഹോളി ട്രിനിറ്റിയെ പഴയ നിയമത്തിൽ നിന്ന്, പഴയ നിയമം വെച്ച് മാത്രം ഒരു വ്യക്തിക്കും മനസ്സിലാകുകയില്ല. എന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ കണ്ടുകൊണ്ടല്ലാതെ ഹോളി ട്രിനിറ്റിയെ വായിച്ചെടുക്കാൻ പഴയ നിയമം കൊണ്ട് മാത്രം ആർക്കും സാധിക്കുകയില്ല. അതെന്തുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിലേക്ക് ഒരു ജനതയെ നയിക്കുന്നതിന് വേണ്ടി ഹോളി ട്രിനിറ്റിയുടെ ഏകത്വം, ത്രിയേകത്വം എന്ന പോയിന്റിലാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് പയ്യെ പയ്യെ വളർന്നു വന്ന് പുതിയ നിയമത്തിലാണ് ദൈവം ട്രിനിറ്റിയാണ് എന്ന പൂർണ്ണമായ വെളിപാടുണ്ടായത്. ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഏകദൈവ വിശ്വാസത്തെ ത്രിയേകത്വം എന്ന വിശ്വാസത്തിലേക്ക്, ബഹുദൈവ വിശ്വാസത്തിലേക്കുള്ള മടക്കമല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. നിങ്ങൾക്ക് ക്രിസ്ത്യാനികളോട് എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഒറ്റ ദൈവം. അപ്പം പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം എന്ന് ചോദിച്ചാൽ ഇത് 3 ദൈവങ്ങൾ അല്ല, സത്തയിലേകമായ ഒരു ദൈവത്തിന്റെ ഉള്ളിലുള്ള 3 വ്യക്തിത്വങ്ങളാണ് എന്ന രീതിയിലാണ്. അത് ട്രിനിറ്റേറിയൻ വ്യാഖ്യാനത്തിലേക്ക് പോകണം. അത് ശുപാർശ ചോദ്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, എങ്കിലും പുതിയ നിയമം അറിയാവുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിൽ നിരവധി തെളിവുകളുണ്ട്. ആദ്യത്തെ തെളിവ് തന്നെ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ തെളിവുണ്ട്. നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റർലീനിയർ, നിങ്ങൾ ആ ഇന്റർലീനിയർ എടുത്തു നോക്കുക, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബഹുവചനമാണ്. ആ അർത്ഥത്തിൽ തന്നെ ദൈവങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മളത് ഒരു ദൈവത്തിലെ 3 വ്യക്തികളാണെന്ന് പറയും. പക്ഷെ അതിനെ സൂപ്പർഫിഷ്യലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ 2 ദൈവങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 പേര് അങ്ങോട്ട് നമുക്ക് നമ്മുടെ ഛായയിൽ സൃഷ്ടിക്കാമെന്ന് പറയുമ്പോൾ അവിടെ സൂചനയുണ്ട്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തം ഉൽപ്പത്തി 3-ാം അധ്യായം 22-ാം വാക്യം. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യന് ഇതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു, നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന്. അപ്പൊ ഇവിടെ നമ്മിൽ എന്ന് മലയാളത്തില് ഈ രാജാക്കന്മാരൊക്കെ ബഹുവചനമായി നാം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ഇന്റർലീനിയൻ നിങ്ങൾക്കൊന്ന് വായിച്ചു. ആ സെന്റൻസിന്റെ ഇന്റർലീനിയനുള്ള സെക്ഷനായിരുന്നു. ഗോഡ് നോയിങ് ടു us like one has become the men, behold God Yahweh and said എന്ന് പറഞ്ഞാൽ നോയിങ് ഓഫ് us, ഗുഡ് നോയിങ് ഓഫ് us, നമ്മളെ പോലെ ആയിരിക്കുന്നു. ഇപ്പൊ ഇവിടെ യഹോവ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്റർലീനിൽ, ഗോഡ് യഹോവ. അപ്പം അവിടെ ബഹുവചനം തന്നെയാണ്, വളരെ കൃത്യമായി ബഹുവചനം ഉപയോഗിച്ച് 2 ദൈവങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെയാണെങ്കിൽ ഞാനും ശിവപാസ്റ്ററും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് എറണാകുളത്തേക്ക് പോകാം. അപ്പോൾ അവിടെ ഉണ്ട്, ഞാനും ഉണ്ട്, ശിവപാസ്റ്ററുണ്ട്. ഈ രീതിയിൽ 2 വ്യക്തികൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അവിടെ ഇന്റർലീനിലും വളരെ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം അധ്യായത്തിലെ സൂചന വന്നു, 3-ാം അധ്യായത്തിൽ സൂചന വന്നു. ഞാൻ ഇനി ചുരുക്കുവാണ്, കാരണം നമുക്ക് ഞാൻ പറയുന്നത് മാത്രം കേൾക്കാനല്ലോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്ന് റെഫറൻസുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തരും. ഇനി നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ജെനീസിസ് 16-ൽ അതിന് സൂചനയുണ്ട്, ഫാദർ ഉണ്ട്. ഇനി എക്സോഡിലേക്ക് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മേഘസ്തംഭമായി ഇസ്രായേൽ ജനത്തെ നയിച്ചത് വചനമാകുന്ന ദൈവമാണ്. ഇസ്രായേൽ നയത്തെ പരിപാലിക്കുകയും സ്വർഗത്ത് ഹെവനിലിരുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്ന സ്ഥലത്ത് പിതാവായ ദൈവമാണ്. ഇനി ഇസ്രായേലിന്റെ മേലിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം അയക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ്. ഇപ്പം എക്സോഡ് 14:24, പുറപ്പാടിന്റെ പുസ്തകം 13:23, സാംഖ്യ പുസ്തകം 11-ൽ ഹെവൻലി ഫാദറിനെ കുറിച്ചുള്ള റെഫറൻസ് ആണ്. ഇനി ജോഷുവ 5:24 ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള സൂചനകളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് മനസ്സിലാവുക. ഇപ്പൊ ഏശയ്യ 6:1 ഏക ദൈവമായിട്ട് പിതാവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു
പുതിയ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ട്രിനിറ്റി പരോക്ഷമായിട്ട് പറയുന്നതായിട്ട് ഒരു പുതിയ നിയമ വിശ്വാസിക്ക് വ്യക്തമാകുന്ന രീതിയിൽ പഴയ നിയമത്തിൽ വചനമുണ്ട്. അല്ലാതെ ഡയറക്റ്റ് പുതിയ നിയമത്തിൽ നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് പുതിയ നിയമത്തിൽ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ട്രിനിറ്റി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് നമുക്ക് പറയാൻ പറ്റും, പിതാവ് ദൈവമാണെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റും, പുത്രൻ ദൈവമാണെന്ന് പറയാൻ പറ്റും. എന്നാൽ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേകത്വത്തിൽ ഈ 3 വ്യക്തികളും തുല്യരായ, തുല്യ മഹത്വമുള്ള, പിതാവ് പുത്രന്റെ മുകളിലോ പുത്രൻ പിതാവിന് മുകളിലോ അല്ല എന്നൊക്കെയുള്ള ഇന്നത്തെ ക്രിസ്ത്യൻ വേൾഡിന്റെ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തിയോളജിക്കൽ വ്യാഖ്യാനങ്ങളില്ലാതെ നമുക്ക് പുതിയ നിയമത്തിലും പറയാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ആദ്യം ശുഭാഷ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പുസ്തകന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം. നമുക്കതിനെ ശുഭാഷ് ചോദിക്കുന്ന അനുസരിച്ച് അഡ്രസ് ചെയ്യാം. താങ്ക് യു. ഓക്കെ. നമ്മൾ ഇവിടെ ഈ യഹോവയായ ദൈവം, ഇപ്പൊ യഹോവയായ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ പഴയ നിയമത്തിൽ കാണുന്നത്, ഞാന് ഈ സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് വാക്യം വായിക്കുന്നത്. കാരണം POC യഹോവ എന്ന് നേരിട്ട് എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് എളുപ്പം സത്യവേദ പുസ്തകം വായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യഹോവ എന്ന ഈ ദൈവം ഇസ്രായേലിന്റെ കവനന്റ് ഗോഡ് ആയിട്ട് നമ്മൾ ഈ യഹോവയെ കാണുന്നുണ്ട്. യഹോവയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിയമാവർത്തന പുസ്തകം 4:35 പറയുന്നു, യഹോവയാണ് ദൈവം, വേറെ ഒരുത്തനും ഇല്ല. അപ്പൊ ഇതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. ഇനി അത് നമ്മൾ കാണുന്നത് അവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ഇതേ ആശയം പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വാക്യം വായിക്കുന്നുള്ളൂ, എല്ലാ വാക്യവും വായിക്കുന്നില്ല. അത് നിങ്ങൾ അതിന്റെ ആ ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. നോ വൺ ബിസൈഡ്സ് ഹിം. വേറെ ആരും അവന്റെ ഒപ്പമില്ല, അവന് തുല്യനില്ല എന്നാണ്. അപ്പൊ യഹോവയ്ക്ക് തുല്യനായിട്ട് ആരുമില്ലെന്നും യഹോവയുടെ കൂടെ ആരുമില്ലെന്നും നമ്മൾ വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 8:10, ആവർത്തനം 4:35, ആവർത്തനം 4:39, ആവർത്തനം 32:39, 2 ശമൂവേൽ 7:22, 2 ശമൂവേൽ 22:32, 1 രാജാക്കന്മാർ 8:60, 2 രാജാക്കന്മാർ 19:15, 1 ദിനവൃത്താന്തം 17:20, നെഹമ്യ 9:6, നീയോ യഹോവയെ ഒരുത്തൻ മാത്രം, സങ്കീർത്തനം 18:31, യെശയ്യാ 37:20, യെശയ്യാ 43:10, യെശയ്യാ 44:6. യെശയ്യായുടെ ഒക്കെ പ്രവചനം വളരെ സ്ട്രോങ് ആയിട്ടാണ്. യെശയ്യാ 44:8, യെശയ്യാ 45:5, യെശയ്യാ 45:14, യെശയ്യാ 45:18. യെശയ്യാ 45:18 യഹോവ തന്നെ പറയാണ്, എന്റെ കൂടെ ഒരുത്തനുമില്ല, there is no one with me. യെശയ്യാ 45:18 അവിടെ പറയുന്നു, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അതിനെ അവൻ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവനെ സൃഷ്ടിച്ചത്, ഞാൻ തന്നെ യഹോവ, വേറെ ഒരുത്തനുമില്ല. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മളിങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം ഞാനിന്ന് പറയേണ്ടി വരും. അതുപോലെ അനേക വാക്യങ്ങളിൽ ഈ യഹോവ ഏകനാണ് എന്ന് പറഞ്ഞാൽ വേറെ ഒരാളും തന്റെ കൂടെ ഇല്ലെന്നും തനിക്കൊപ്പം ആരുമില്ലെന്നും തനിക്ക് തുല്യൻ ആരുമില്ലെന്നും പറയുന്നു. ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ വരുമ്പോ സമതുല്യരായ ഈക്വൽ ആയ 3 പേഴ്സൺസ് ആണ്, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. തുല്യരായ 3 വ്യക്തികളെ കാണുന്നു. അവിടെ യഹോവ പറയുന്നത് എനിക്ക് തുല്യൻ ആരുമില്ല, എന്റെ ഒപ്പം ആരുമില്ല. ഇതെങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? അപ്പൊ യഹോവ എങ്ങനെ ട്രിനിറ്റി ആവും? അപ്പൊ ട്രിനിറ്റേറിയൻ ഗ്രാമർ പഠിച്ചിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ച് ഈ യഹോവയുടെ ഈ സ്റ്റേറ്റ്മെന്റ്സും യഹോവയുടെ ക്ലെയിംസും യഹോവയുടെ ആട്രിബ്യൂട്ട്സും എല്ലാം എടുത്തു വെച്ച് കഴിയുമ്പോൾ ഈ യഹോവ തന്നെയാണ് ട്രിനിറ്റി എന്ന് ടിസം ബ്രദർ പറയുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യം ഇതാണ്, യഹോവ ഏകനാണെന്ന് ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളപ്പോൾ അതെങ്ങനെയാണ് യഹോവ ട്രിനിറ്റി ആകുന്നത്? ഇതിനകത്ത് ശിവപാസ്റ്ററിനോട് ഞാൻ തിരിച്ചു ചോദ്യം ചോദിക്കുകയല്ല കേട്ടോ, ഉത്തരം പെട്ടെന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, എനിക്ക് പരാതിയൊന്നുമില്ല.
എങ്കിലും ഞാൻ പറയാണ്, പുതിയ നിയമത്തിൽ എത്ര ദൈവമുണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റർ പറയും ഒറ്റ ദൈവമേ ഉള്ളൂ എന്നാണ്. 3 ദൈവമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് 3 ദൈവമുണ്ട് എന്ന് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ താങ്കൾക്ക്, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ താങ്കൾ പറയണം. ഓക്കെ, അപ്പം എന്നെ ഇടയ്ക്ക് കയറുന്നതിൽ എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. എപ്പം വേണേലും പാസ്റ്റർക്ക് എന്തെങ്കിലും പറയാനുള്ള ഇടയ്ക്ക് കയറാം, എനിക്കൊരു പരാതിയില്ല. അപ്പൊ ഇവിടെ ഞാൻ ഇനി കുറച്ച് വചനങ്ങൾ നിങ്ങളുടെ മുന്നിൽ വായിക്കുകയാണ്. പഴയ നിയമത്തിലെ ദൈവം യഹോവ ഏകനാണ് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലെ ദൈവം ഏകനാണോ 3 ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പുതിയ നിയമത്തിൽ ഏക ദൈവമാണുള്ളത്. ഞാൻ ചുമ്മാ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ത്രിത്വം ഏകമാകുന്നു. നമ്മൾ വിശ്വസിക്കുന്ന 3 ദൈവങ്ങളുള്ള 3 വ്യക്തികളായ ഏക ദൈവത്തിൽ, ഏക സത്വത്തിലൂടെ ത്രിത്വത്തിലാണ്. അപ്പൊ ഒരു ദൈവത്തിൽ 3 വ്യക്തികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ 3 വ്യക്തികൾ ആ അർത്ഥത്തിലാണ്. അപ്പൊ ഒറ്റ ദൈവമുള്ളൂ. ഇനി അത് പുതിയ നിയമം, പാസ്റ്റർ ഇതെന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, എൻ്റെ വ്യക്തിപരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് പുതിയ നിയമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജോൺ 17:3 and this is life eternal, they might know the only true God എന്നാണ് പറയുന്നത്. റോമാക്കാർക്ക് 3:30 ഞാൻ അതിന് വായിച്ച് സമയം കളയുന്നില്ല, ചുരുക്കി പറയാം, നിങ്ങൾക്ക് കാര്യങ്ങൾ പോകാം. ഗലാത്യ 3:20 വൺ ഗോഡ്, നമുക്ക് ഒരൊറ്റ ഗോഡേ ഉള്ളെന്ന് ബൈബിളിൽ കൃത്യമായ തെളിവുകളുണ്ട്. മാർക്കിലുണ്ട്. മാർക്ക് അല്ലെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷം 12 അധ്യായത്തിൽ 21 മുതലുള്ള വാക്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരൊറ്റ ദൈവമേ നമുക്കുള്ളൂ. ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ ആ ജീസസ് ആൻസേർഡ് ഹിം, the first of all commandment here, O Israel, the Lord our God is one Lord. ഒരൊറ്റ ദൈവമേ, ഒറ്റ കർത്താവേ നമുക്കുള്ളൂ. അപ്പോൾ ശിവപാസ്റ്റർ പറഞ്ഞ യഹോവ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവവും, ഒറ്റ ദൈവമേ നമുക്കുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് യാതൊരു പ്രോബ്ലവും ഇല്ല. യഹോവയെ ഹോളി ട്രിനിറ്റി തന്നെയാണ് ഏക ദൈവമായി പഴയ നിയമത്തിൽ വെളിപ്പെടുന്നത്. പുതിയ നിയമത്തിലും ഹോളി ട്രിനിറ്റി ഏക ദൈവമായിട്ട് തന്നെയാണ് സ്വയം അവകാശപ്പെടുന്നത്. പക്ഷെ ആ ഏക ദൈവത്തിൽ 3 വ്യക്തികൾ, ഉപസ്ഥിതിയിൽ 3 വ്യക്തികളുണ്ട്. അത് ട്രിനിറ്റേറിയൻ വ്യാഖ്യാനം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് പോകേണ്ട വന്നാൽ നമുക്ക് പോകാം. താങ്ക് യു ശ്രീ പാസ്റ്റർ. അതെ, ഇപ്പൊ ഇവിടെ ഈ ഡിസംബർ ഇപ്പൊ പറയുന്ന പുതിയ നിയമത്തിൽ ദൈവം ഏകനാണെന്നുള്ള 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അതുകൊണ്ട് അത് യഹോവയാണെന്ന് വരുന്നില്ല. കാരണം പുതിയ നിയമത്തിൽ ദൈവം ഏകനാണ് എന്ന് പറയുന്നതിന് ദൈവം ഏകാന്തനാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. കാരണം യേശുക്രിസ്തു പറയുന്നുണ്ട്, പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. അപ്പൊ പിതാവുമായിട്ടുള്ള ഒരു സഹവാസം, സഖിത്വം, കൂട്ടായ്മ, ഇതൊക്കെ യേശുക്രിസ്തു പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ യഹോവയുടെ സംസാരത്തിൽ അങ്ങനെ ഒരാൾ കൂടെ ഉള്ളതായിട്ടോ ഒന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരുത്തനും എന്റെ കൂടെ ഇല്ല. ഞാൻ ഭൂമിക്ക് വൃത്തം വരച്ചപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു, എന്റെ കൂടെ ഒരുത്തനും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല പറയുന്നത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അപ്പൊ സൃഷ്ടികർമ്മത്തിന്റെ സാക്ഷിയും പരികർമാവുമായിട്ട് പുത്രൻ ഉണ്ടായിരുന്നു എന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ പഴയ നിയമത്തിൽ യഹോവ പറയുന്ന അവിടെയൊന്നും ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എല്ലാ കാലത്തും ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് മുമ്പേ ഒരുത്തനും ഇല്ല, എനിക്ക് ശേഷവും ഒരുത്തനും ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്മെന്റാ കാണുന്നത്. അപ്പം അതുകൊണ്ട് ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യാതെ യഹോവ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ചോദിക്കുമ്പം പുതിയ നിയമത്തിൽ ദൈവം ഏകനാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതിന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അത് പുതിയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ഏകനായിട്ടിരിക്കുന്നത് ഞാൻ പറയും. ഏകൻ എന്ന് പുതിയ നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ വാക്കിയെടുക്കാം. പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞേ, ഞാൻ ചോദിക്കില്ലായിരുന്നു. പാസ്റ്റർ ചോദ്യം ചോദിച്ചില്ല, പക്ഷെ ഞാൻ പറഞ്ഞതിനെ കൗണ്ടർ ചെയ്തൊരു ആശയമാണ് പറഞ്ഞത്. ഇവിടെ പാസ്റ്റർ വളരെ വ്യക്തമായി തന്റെ നിലപാട് വ്യക്തമാക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടെ ഉണ്ടായില്ല. അപ്പൊ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ഒരു പേഴ്സൺ.
വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പം ദൈവം എന്ന പേഴ്സണും വചനം എന്ന പേഴ്സണും ഉണ്ട് ആ സെന്റൻസിൽ. ഇനി വചനം ദൈവമായിരുന്നു. അപ്പം വചനം എന്ന ദൈവവും ദൈവം എന്ന ദൈവവും ഉണ്ട് എന്ന് വേണമെങ്കിൽ ഈ ബൈബിൾ വചനത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇതിന്റെ അർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് 2 ദൈവം ഉണ്ട് എന്നാണ് പാസ്റ്റർ പറയുന്നതെങ്കിൽ നമുക്കതിനെ കൗണ്ടർ ചെയ്യാം. അതല്ല, ഇത് ഒരു ദൈവത്തിനുള്ളിലുള്ള 2 വ്യക്തികളെയാണ് അഡ്രസ് ചെയ്യുന്നത്. വചനമാകുന്ന ദൈവത്തെയും പിതാവായ ദൈവത്തെയുമാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത് എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ താങ്കൾ ട്രിനിറ്റേറിയൻ ത്രിയേകത്വം എന്ന വ്യാഖ്യാനത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. അപ്പൊ താങ്കളുടെ ട്രിനിറ്റി അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് വേണം എന്നോട് പറയാൻ. ഇനി യഹോവ, ഇവിടെ പഴയ നിയമത്തിൽ യഹോവ പ്രത്യക്ഷത്തിൽ ഇത്ര പ്രകടമായ രീതിയിൽ ട്രിനിറ്റി ആയിട്ട് വെളിപ്പെട്ടിട്ടില്ല. ഞാൻ ആദ്യ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നും സത്യദൈവമായ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ഒരേ ഒരു ദൈവമായ യഹോവ എന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാരംഭ സ്റ്റേജാണ് പഴയ നിയമം. ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്ക് വരികയും യഹോവ മാത്രമാണ് ദൈവമെന്നും, അത് പുതിയ നിയമത്തിലെ ഹോളി ട്രിനിറ്റി ആയ ഈ വെളിപ്പെട്ട അതേ ദൈവമായ യഹോവ മാത്രമാണ് ദൈവമെന്നും മറ്റ് ദൈവങ്ങളൊക്കെ ഒന്നെങ്കിൽ പിശാചുക്കളോ അല്ലെങ്കിൽ മനുഷ്യന്റെ സങ്കല്പങ്ങളിൽ ഉള്ളതാണെന്നും മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ദൈവം നേരിട്ട ഏറ്റവും വലിയ ചലഞ്ച്. അതിനുശേഷം ആ ചലഞ്ചിൽ കുറെയൊക്കെ വിജയിക്കുകയും അതിന്റെ തിയോളജിയും ഫിലോസഫിയും ഒക്കെ കുറച്ചൊക്കെ മനസ്സിലാകുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം കേവലം ഏകൻ എന്ന അർത്ഥത്തിലല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രിനിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പൂർണ്ണമായ ദൈവിക വെളിപാട് യേശുക്രിസ്തുവിലൂടെ മോശ പ്രവചിച്ച്, എന്നെ അല്ല നിങ്ങൾ അനുസരിക്കേണ്ടത്, വരുവാനിരിക്കുന്ന എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെയാണ് അനുസരിക്കേണ്ടതെന്നൊക്കെ പുതിയ നിയമത്തിൽ റെഫർ ചെയ്യുന്ന യേശു എന്ന പ്രവാചകൻ. യേശു പ്രവാചകൻ കൂടിയാണ്, പ്രൊഫറ്റിക്കാണ്, വെളിപാടുകൾ നൽകുന്ന വ്യക്തിയാണ് പ്രവാചകൻ. യേശു ദൈവമാണ്, അതോടൊപ്പം പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഏകത്വം ഏകാന്തമല്ല, നിങ്ങൾ ഏകദൈവം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഏകത്വമല്ല, ഏകാന്തനല്ല, ഏകദൈവത്തിൽ 3 വ്യക്തികൾ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ സമ്മേളിച്ചിരിക്കുന്നു എന്ന ബോധ്യം നമുക്ക് തന്നു. അതോടുകൂടി ദൈവിക വെളിപാട് പൂർണ്ണമായി. പക്ഷെ അത് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുക വളരെയധികം ബുദ്ധിമുട്ടാണ്, അതൊരു മിസ്റ്ററിയാണ്. ഇന്നും ക്രൈസ്തവ ലോകം അതിനെ വിളിക്കുന്നത് ട്രിനിറ്റി വ്യാഖ്യാനം ഒരു മിസ്റ്ററിയാണെന്നാണ്. ഇതാണ് അതിനുള്ള മറുപടി. അതുകൊണ്ട് ശിവപാസ്റ്റർ പറഞ്ഞത്, ശിവപാസ്റ്ററാണ് പറയേണ്ടത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പൊ ഈ വചനം ഒരു ദൈവം, സെപ്പറേറ്റ് ദൈവം, ദൈവം മറ്റൊരു ദൈവം, ഇത് 2 ദൈവങ്ങൾ എന്ന് ഇത്. അപ്പൊ 2 ദൈവമാണോ നമുക്കുള്ളത്, ഒരു ദൈവമാണോ നമുക്കുള്ളത് ശിവപാസ്റ്ററാണ് പറയേണ്ടത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ചർച്ച നമുക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെ 3 ദൈവങ്ങളാണോ നമുക്കുള്ളത്? അത് ഈ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇരിക്കും. ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണപരമായ അവസ്ഥയാണ് ദൈവം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യരുണ്ട്? എത്ര മനുഷ്യരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറയും കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. പക്ഷെ സത്യത്തിൽ മനുഷ്യനൊന്നല്ലേ ഉള്ളൂ. അപ്പൊ മനുഷ്യൻ എന്ന വർഗം ഒന്നാണ്, മനുഷ്യവർഗം ഒന്നാണ്. വേറെ ഈ മനുഷ്യവർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മനുഷ്യവർഗം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഒരു മനുഷ്യവർഗമേ ഉള്ളൂ. ആ മനുഷ്യവർഗത്തിൽ ഈ സ്പീഷീസിൽ ഒരുപാട് പേഴ്സൺസ് ഉണ്ട്. അതുപോലെ ദൈവം എന്ന വർഗമാണ്. അപ്പൊ ദൈവം എന്ന് പറയുമ്പം ആ വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം ഏകര, ആ ദൈവമേ ഉള്ളൂ. അവിടെ പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്. അപ്പൊ പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്. അപ്പൊ ദൈവം ഏകനാണ് എന്ന് പറയുമ്പം അവിടെ ഏക ദൈവമേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് ദൈവങ്ങളില്ല. എന്നാൽ എത്ര വ്യക്തികളുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കാണാം. അത് ഭാഷാപരമായ ഒരു പരിമിതി മാത്രമാണ്. പക്ഷേ നമ്മൾ പേഴ്സൺസിനെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അവിടെ നിന്ന് പോയിട്ട് ദൈവം എന്ന ആ വർഗത്തെ എടുക്കുകയാണ്. അതാണ് കുറച്ചു മുമ്പേ ആമുഖത്തിൽ ഡിസംബർ പറഞ്ഞത് സത്തയിലൊന്നാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മനുഷ്യവർഗം സത്തയിലൊന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ടിസണും അനിമോനും ഗീവറീസും സത്തയിലൊന്നാണ്. മനുഷ്യരല്ലേ നിങ്ങൾ? 3 പേര് മനുഷ്യരാണ്. അതുകൊണ്ട് ഒന്നാന്ന് പറയാൻ പറ്റുമോ? ഒരാളാന്ന് പറയാൻ പറ്റുമോ? 3 പേരില്ലേ? അതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തികളുണ്ട്. അവർ സത്തയിലൊന്നാണ് എന്നതുകൊണ്ട്
മൂന്ന് വ്യക്തികളല്ലാതെ ആകുന്നില്ല. അപ്പൊ മൂന്ന് വ്യതിരിക്ത വ്യക്തികൾ, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഇറ്റേണലി നിലനിൽക്കുന്നു എന്നാണ് ട്രിനിറ്റേറിയൻ വ്യാഖ്യാനം നമ്മൾ പുതിയ നിയമസഭകളുടെ വിശ്വാസത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ എൻ്റെ ഒരു ഡിസ്പ്യൂട്ട് യഹോവ എന്ന ദൈവത്തിന്റെ ക്ലെയിംസ് ആണ്. യഹോവ എന്ന ദൈവം പഴയ നിയമത്തിന്റെ പേജുകളിൽ ആവർത്തിച്ച് നിരന്തരമായിട്ട് താൻ ഏകനാണെന്നും തനിക്ക് തുല്യനായിട്ട് ആരുമില്ലെന്നും തന്റെ കൂടെ ആരുമില്ലെന്നും അനേക വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യങ്ങൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. ആ വാക്യങ്ങള് ഒന്നുകിൽ അത് തെറ്റായിട്ട് രേഖപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അത് മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ച്, എങ്ങനെയെങ്കിലും അത് ജസ്റ്റിഫൈ ചെയ്യണ്ടേ. കാരണം ഈ യഹോവ നിന്നിട്ട് പറയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരുമില്ല, എനിക്ക് തുല്യനില്ല, എനിക്ക് മുമ്പ് ആരുമില്ല, എൻ്റെ പുറയിൽ ആരുമില്ല, മുമ്പിലും ആരുമില്ല. ഇങ്ങനെ ഒരാൾ നിന്ന് പറയുമ്പോൾ ആ ആളെ ട്രിനിറ്റിയിലെ ഒരാളായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതങ്ങനെ പൊരുത്തപ്പെടുമെന്നാണ് ചോദിക്കുന്നത്. കൃത്യം ചോദ്യമാണ് ടിസൺ ബ്രദറെ, അതാണ് അഡ്രസ് ചെയ്യേണ്ടത്. ശിവ പാസ്റ്ററെ, താങ്കൾ ഒരു സ്ട്രോമാൻ പോലെ, അല്ലെങ്കിൽ താങ്കളുടെ ഒരു വളരെ തെറ്റായ ട്രിനിറ്റേറിയൻ വ്യാഖ്യാനം വെച്ചിട്ട് എന്നോട് ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനുള്ള ബാധ്യതയൊന്നും എനിക്കില്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു ട്രിനിറ്റേറിയൻ ഹെരസിയാണ്. സമാന സത്താവാദം എന്നാണ് പറയുന്നത്. ഒരേ സത്തയിലുള്ള മൂന്ന് ദൈവങ്ങൾ, മൂന്ന് സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നതാണ് താങ്കൾ പറഞ്ഞ വാദം. ഞങ്ങൾ ക്രിസ്ത്യാനികൾ ട്രിനിറ്റി യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭയോ ട്രിനിറ്റിയൻ വിശ്വാസികൾ അങ്ങനെ ഒരേ സത്ത, ഒരേ നേച്ചറുള്ള മൂന്ന് വ്യക്തികൾ, ഇപ്പം ഞാനും ശിവ പാസ്റ്ററും മനുഷ്യരാണ്, പക്ഷെ സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. നമ്മൾ തമ്മിൽ സത്താപരമായി നമ്മുടെ സത്തയെ എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. എന്താണ്, താങ്കൾ ശിവ പാസ്റ്ററിന്റെ ഇറച്ചിയും ശിവ പാസ്റ്ററിന്റെ തലച്ചോറും ശിവ പാസ്റ്ററിന്റെ മുടിയും ഒക്കെയായി സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നു. ഞാൻ ടിസന്റെ മുടിയും ഇറച്ചിയും ഹാർട്ടും ഒക്കെയായി സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഒരേ സ്വഭാവം ഒന്നുണ്ട്, മനുഷ്യത്വം എന്ന നേച്ചറുള്ള, എന്നാൽ സെപ്പറേറ്റ് രണ്ട് സത്തകളാണ്. അപ്പൊ താങ്കൾ ഈ സബ്സ്റ്റാൻസ് എന്ന ഗ്രീക്ക് വേർഡിന്റെ കറക്റ്റായ അണ്ടർസ്റ്റാൻഡിങ് അല്ല താങ്കൾ സംസാരിക്കുന്നത്. ഇനി എസൻസ്, നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി, സാരാംശം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള താങ്കളുടെ അണ്ടർസ്റ്റാൻഡിങ്ങുകളല്ല എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് സമാന സത്താവാദം എന്ന താങ്കളുടെ ആർഗ്യുമെന്റിൽ നിന്നുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തെ എനിക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ സമാധാന സത്താവാദം വിശ്വസിക്കുന്ന ഒരാളല്ല. ഒരൊറ്റ വ്യക്തി, ഒരൊറ്റ സത്ത, ഈ സത്തയിൽ മനുഷ്യത്വം ഒരു സത്ത എന്ന അർത്ഥ സത്തയായിട്ടല്ല, മനുഷ്യത്വം ഒരു നേച്ചറാണ്. സത്ത എന്ന് പറഞ്ഞ സബ്സ്റ്റാൻസ്, ഇതിനെ ആക്കി തീർക്കുന്ന, അതിന്റെ ആത്മീയവും അല്ലെങ്കിൽ ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ആ ഒന്ന്, ആ ഒന്ന് എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഒരൊറ്റ സത്തയുള്ളൂ, ഒരു ശരീരമേ ഉള്ളൂ. ഒരു മനുഷ്യ ശരീരത്തിൽ ശിവ പാസ്റ്ററും ഞാനും കൂടെ ഒരൊറ്റ മനുഷ്യ ശരീരം ഷെയർ ചെയ്യുന്നു. ഒരു ഹാർട്ട്, ഒരു തലച്ചോറ്, ഒരു കൈ മാത്രം. പക്ഷെ ആ മനുഷ്യ ശരീരത്തിൽ ശിവ പാസ്റ്ററും ഉണ്ട്, ഞാനും ഉണ്ട്. രണ്ട് വ്യക്തികൾ നിലനിൽക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ട്രിനിറ്റിയെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ ശിവ പാസ്റ്റർ മനുഷ്യനായിട്ട് സെപ്പറേറ്റ് ഇരിക്കുന്നു, ഞാൻ സെപ്പറേറ്റ് ഇരിക്കുന്നു എന്നുള്ളതല്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ ആ ആർഗ്യുമെന്റ്, താങ്കൾ ഉദ്ദേശിച്ച മേക്ക് ചെയ്ത സമാന സത്താവാദം, ട്രൈറ്റിസം എന്ന തിയോളജി, ഞങ്ങൾ ട്രിനിറ്റേറിയൻ വിശ്വാസികളെ സംബന്ധിച്ചോളം ട്രൈറ്റിസം എന്ന ഹെരസിയിൽ നിന്നുകൊണ്ട് ഞാൻ അഡ്രസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാനത് താങ്കളുടെ ചോദ്യം ഞാൻ തള്ളിക്കളയാണ്. ഇനി എൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് ഞാൻ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതുവരെ അഡ്രസ് ചെയ്തിരിക്കുന്നു, യഹോവ എന്ന് പറയുന്നത് ദൈവിക സത്തയുടെ പേരാണ്, ദൈവം എന്ന സത്തയുടെ പേരാണ്. ആ സത്തയ്ക്കുള്ളിലാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉപസ്ഥിതിയിൽ, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ, പെരിക്കൊളോസിസ് എന്ന് പറയുന്ന, ഇത് കുറച്ച് നമ്മളിനി ചർച്ച ചെയ്യേണ്ടത് ട്രിനിറ്റി, എന്റെയും ശിവ പാസ്റ്ററുടെയും ട്രിനിറ്റി അണ്ടർസ്റ്റാൻഡിങ്ങുകളെ കുറിച്ചാണ്. ത്രിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രിയേകത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച ശിവ പാസ്റ്റർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് തമിഴ് പറയും, ഞാൻ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും ഹിന്ദി പറയും, രണ്ടു കൂട്ടർക്കും ഒന്നും മനസ്സിലാകില്ലാത്ത ഒരവസ്ഥ വരും. അപ്പം
എന്താണ് ട്രിനിറ്റി എന്ന് കൃത്യമായി ശ്രീപാസ്റ്റർ പറയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞു ശ്രീപാസ്റ്റർ ട്രിനിറ്റി എന്താണെന്ന് പറഞ്ഞു. അത് വളരെ കൃത്യമായ ഒരു ഹെരസിയാണ്. ട്രൈറ്റിസം എന്ന് പറഞ്ഞ ഹെരസിയാണ്. മലയാളത്തിൽ അതിനെ സമാന സത്താവാദം എന്ന് പറയും. അതുകൊണ്ട് സമാന സത്താവാദത്തിൽ നിന്നാണ് താങ്കൾ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാനത് തള്ളിക്കളയുന്നു. ഞങ്ങൾക്ക് സമാന സത്താവാദമില്ല. ഒറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ സത്തയേ ഉള്ളൂ. ആ സത്തയ്ക്കുള്ളിലാണ് മൂന്ന് വ്യക്തികൾ, നേച്ചർ, ഉപസ്ഥിതിയിൽ നിലനിൽക്കുന്നത്. ആ അർത്ഥത്തിൽ യഹോവ എന്ന ദൈവം, യഹോവ എന്ന് യഹൂദർ, അവർക്ക് ട്രിനിറ്റി അറിയില്ല. അവർ വിളിക്കുമ്പോൾ കേവലം പിതാവിനെ മാത്രമല്ല വിളിക്കുന്നത്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ചേർത്താണ് വിളിക്കുന്നത്. ദൈവത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ, അത് യാഹ്വേ, YHWH എന്ന ടെട്രാഗ്രാമാണ്. അത് പുതിയ നിയമത്തിലും ഒറ്റ പേരേ ഉള്ളൂ. അത് പിതാവായ ദൈവം എന്ന് പറയുന്ന വിശേഷണമാണ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിശേഷണമാണ്, വചനം ലോഗോസ് എന്ന് പറയുന്ന വിശേഷണമാണ്. എന്നാൽ ഈ ലോഗോസിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, YHWH. പിതാവായ ദൈവത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, YHWH. ഹോളി സ്പിരിറ്റിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, YHWH. കാരണം ഇത് ഒരൊറ്റ സത്തയാണ്. ആ ഒറ്റ സത്തയുടെ പേരാണ്. ഇതാണ് എനിക്കുള്ള മറുപടി. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ ഹെരസിയാണ്, ട്രിനിറ്റിയിലേത് ഹെരസിയാണ്. അപ്പൊ ഞാനത് അംഗീകരിച്ചു. അപ്പൊ അപ്പൊ അതിനെപ്പറ്റി എടുത്ത് നമ്മളിവിടെ ചർച്ച ചെയ്യല്ല. നമ്മൾ ഈ യഹോവ എങ്ങനെ ട്രിനിറ്റി ആകുമെന്നാണ്. അപ്പൊ യഹോവ ആകുന്ന ട്രിനിറ്റി എന്താണെന്ന് താങ്കൾ പറഞ്ഞാൽ മതി. എന്റേത് തെറ്റാണെങ്കിൽ അത് എടുക്കണ്ട. ശരിയായ ട്രിനിറ്റി വെച്ചിട്ട് ഈ യഹോവ ട്രിനിറ്റി ആണെന്ന് പറഞ്ഞാൽ മതി. എന്റേത് തെറ്റാണ്, അതുകൊണ്ട് ഇനി അത് നമ്മൾ ചർച്ച ചെയ്യാൻ പോയ സമയമെല്ലാം പോകും. ആ ട്രിനിറ്റി പോട്ടെ, താങ്കളുടെ ട്രിനിറ്റി എന്താണ് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ യഹോവയാകും എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ ചോദിക്കാം. ഇപ്പൊ താങ്കൾ പറഞ്ഞ അനുസരിച്ച് യഹോവ എന്ന് പറഞ്ഞാൽ സത്തയുടെ പേരാണ്. സത്തയാണ് യഹോവ, അല്ലെങ്കിൽ സത്തയുടെ പേരാണ് യഹോവ. ഇതൊന്ന് ക്ലാരിറ്റി ചെയ്യാമോ, ഏതാണ്? എന്നിട്ട് തന്നെ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാൻ. അതായത് സത്തയാണോ യഹോവ, സത്തയുടെ പേരാണോ യഹോവ? സത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ സർവനാമം ഗോഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിന്, ഏതെങ്കിലും ഒന്നെടുത്താൽ, ഒരു ഭൗതിക പദാർത്ഥം എടുത്താൽ അതിനൊരു സത്തയുമുണ്ട്, അതിനൊരു നേച്ചറുമുണ്ട്. നിങ്ങൾ ഒരു ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആപ്പിളിനൊരു സത്തയുണ്ട്. എന്താണ്? ആ ആപ്പിൾ നിങ്ങൾ കാണുകയും തൊടുകയും ചെയ്യുന്ന ആ സാധനം, അതിന്റെ നേച്ചർ എന്താണ്? അതിന്റെ രുചി, അതിന്റെ സ്വഭാവം, അതിന്റെ നിറം, ഇതൊക്കെയാണ് നേച്ചർ. അപ്പോ എന്ന് പറയുന്ന പോലെ നമ്മൾ ഫിലോസഫിക്കലി ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ എല്ലാത്തിനും സത്തയുമുണ്ട്, നേച്ചറുമുണ്ട്. പക്ഷെ ഗോഡ് എന്ന് പറയുന്നത് സ്പേസ് ആൻഡ് ടൈമിനുള്ളിൽ നിൽക്കാത്ത, നമ്മളുടെ മനുഷ്യബുദ്ധിക്ക് സ്പേസ് ആൻഡ് ടൈമിനുള്ള കാര്യങ്ങൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപ്പൊ ഗോഡ് എന്ന് പറയുന്നത് സ്പേസിനും ടൈമിനും പുറത്തുള്ളതാണ്. അപ്പൊ ഫിലോസഫിക്കലി ഗോഡിന്റെ സത്ത എന്ത് എന്ന് ചോദിച്ചാൽ, ഗോഡിന്റെ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആകെ പറയാൻ പറ്റുമോ, ദൈവം ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ദൈവം ആത്മാവാണെന്ന് പറഞ്ഞു. അപ്പം വാട്ട് ഈസ് ആത്മാവ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്പിരിറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. കാരണം അത് നമ്മുടെ സ്പേസിനും ടൈമിനും ഉള്ളിലുള്ള ഒരു ഒന്നല്ല, അതുകൊണ്ടുള്ള പരിമിതിയാണ്. നമുക്കതിന് കുറെ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്, ചില ആരോപണങ്ങളൊക്കെ പറയും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹോളി ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. എങ്ങനെയാണ് മൂന്ന് വ്യക്തികൾ ഏക വ്യക്തിയായി തീരുന്നത്, ഏക ദൈവമായി തീരുന്നതെന്ന ചോദ്യം ഒരു മിസ്റ്ററിയാണ്. എങ്കിലും സഭാചരിത്രത്തിൽ ഈ വിഷയം ദൈവശാസ്ത്രജ്ഞന്മാരും സഭാപിതാക്കളും നൂറ്റാണ്ടുകൾ ചർച്ച ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കൺക്ലൂഷൻ പറയുമ്പോഴുള്ള പ്രശ്നം, നേച്ചർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവിക വ്യക്തികൾ എന്ന നിലയിൽ മൂന്നായിട്ടും ദൈവം എന്ന നിലയിൽ ഏകമായിട്ട് കാണും. അപ്പൊ ഈ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്, ഇത് രണ്ടിനെയും കൂടെ ഒന്നിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ട്രിനിറ്റി, ത്രിയേകത്വം എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എന്തുണ്ട്? ത്രിയുമുണ്ട്, ഏകവുമുണ്ട്. മൂന്ന് ഒന്നായി തീരുന്നു എന്നതാണ് ത്രിയേകത്വം എന്ന വേർഡിന്റെ അർത്ഥം. ഞാനിനി എൻ്റെ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ നിങ്ങളുടെ മുന്നിലൊന്ന് വായിക്കുകയാണ്. ഇത് വായിച്ചതിന് ശേഷം ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ശിവപാസന് ചോദിക്കാം. ത്രിത്വം ഏകമാകുന്നു. നമ്മൾ വിശ്വസിക്കുന്ന മൂന്ന് ദൈവങ്ങളിലല്ല, മൂന്ന് വ്യക്തികളായ ഏക ദൈവത്തിൽ ഏക സത്തയോട് കൂടിയ ത്രിത്വത്തിലാണ്. അപ്പം ഒറ്റ ശരീരമേ ഉള്ളൂ ദൈവത്തിന്, അതാണ് സത്ത. മൂന്ന് വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ഇതാണ്
ഷൂപാസ്റ്റർ പറഞ്ഞ സമാന സത്താവാദം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു കേക്ക് ഉണ്ടാകാനായിട്ട് നമ്മൾ മൈദ കുഴച്ച് വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് 3, 4, 5 കേക്ക് ഉണ്ടാക്കാം. അതപ്പോൾ 5 കേക്കുകളായി മാറും. സെപ്പറേറ്റ് 5. അങ്ങനെയല്ല. 3 വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ച് മുറിച്ച്, ഒരേ സത്ത തന്നെ അതിനെ 3 കഷ്ണങ്ങളായി മുറിച്ച് എടുക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുതത്തിൽ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരിക്കുമോ അതു തന്നെയാണ് പിതാവ്. പിതാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് പിതാവും പുത്രൻ. അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ്. 3 വ്യക്തികളിൽ ഓരോരുത്തരും ദൈവിക സത്ത, ദൈവിക സാരാംശം അഥവാ ദൈവിക പ്രകൃതി തന്നെയാണ്. ഇതാണ് സത്ത എന്ന അസ്തിത്വം എന്ന തലത്തിലൂടെ സബ്സ്റ്റാൻസ് എന്ന വേർഡ്, അതിന്റെ യഥാർത്ഥ വേർഡ് സബ്സ്റ്റാൻസ് എന്നാണ്. ആ അർത്ഥത്തിലൂടെ നമ്മൾ ദൈവത്തെ നോക്കുമ്പോൾ കാണുന്നത്. ഇപ്പൊ ഇവിടെ കോടാനുകോടി ഒരു അംശത്തെ, ദൈവത്തിന്റെ അംശത്തെ എത്ര നമുക്ക് വിഭജിക്കാൻ പറ്റും നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീം ലെവലിൽ ദൈവിക സത്തയെ ചെറുതാക്കിയിട്ട് ആ ഒരു മൈന്യൂട്ട് ആറ്റത്തിന്റെ വലുപ്പമുള്ള ദൈവ ഗണത്തെ എടുത്താലും അവിടെയും പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. അതിനെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന ഉദാഹരണം ഒരല്പം കോൺട്രവേഴ്ഷൻ സൃഷ്ടിക്കാൻ കഴിവുള്ളതും എന്നെ പരിഹസിക്കാൻ സാധ്യതയുമുള്ളതുമായ ഉദാഹരണമാണ്. പക്ഷേ ഇത് ശരിയായ വിധത്തിൽ ട്രിനിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ഗുണകരമായ ഒരു ഉദാഹരണം കൂടിയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. പാസ്റ്ററിന് വേണമെങ്കിൽ അകത്തെ കയറി പിടിച്ച് 100,000 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. ഓക്കെ. ഇപ്പൊ ശിവ പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. അല്ലെ നമുക്ക് അനിമോനെ പിടിക്കാം. അനിമോനാണ് എനിക്ക് ഇച്ചിരി കലിപ്പുള്ള ആളുമാണ്. അനിമോനെ പിടിക്കാം. ഈ അനിമോന് ഒരു ചിന്താശക്തിയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുമുണ്ട്. അല്ലെങ്കിൽ അനിമോന് കുറെ അറിവുകളുണ്ട്. ആ അറിവിന്റെയൊക്കെ ബേസ് തീരുമാനം എടുക്കുന്ന ഒരു ഇച്ഛാശക്തിയുണ്ട്. ഇനി ഈ തീരുമാനമെടുത്ത കാര്യം അനിമോൻ ഒരു കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. എക്സാമ്പിൾ, കേക്ക് എങ്ങനെയായിരിക്കണമെന്നും കേക്ക് എന്തായിരിക്കണമെന്നും കേക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നും ഉള്ള ഒരു ഡിസൈനും അതിന്റെ എല്ലാ കാര്യങ്ങളും അറിവായിട്ട് അനിമോന്റെ തലച്ചോറിലുണ്ട്. അറിവ് അവിടെ എങ്ങനെ കിടക്കുവാണ്. പക്ഷെ ഡിസിഷൻ മേക്കിംഗ്, ഇന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഡിസിഷൻ മേക്കിംഗ് അനിമോന്റെ ഇച്ഛാശക്തിയാണ് എടുക്കുന്നത്. അനിമോന്റെ ഇച്ഛാശക്തി അനിമോന്റെ തന്നെ അറിവ് ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിക്കും. യെസ്, തീരുമാനം. പക്ഷെ ഇത് നടപ്പിലാക്കുന്ന ആരാ? അനിമോന് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്. അപ്പം ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്, തീരുമാനമെടുക്കാനുള്ള ശക്തിയുണ്ട്, അതിന്റെ അറിവുമുണ്ട്. ഇതൊരു ദൈവത്തിലേക്ക് നമ്മൾ ആരോപിച്ചാൽ ഹോളി ട്രിനിറ്റിയായി. ഒരൊറ്റ ദൈവത്തിൽ ദൈവത്തിന്റെ ഇച്ഛാശക്തിയാണ് പിതാവായ ദൈവം, ദൈവത്തിന്റെ ജ്ഞാനമാണ് ലോഗോസ്, ദൈവത്തിന്റെ പ്രവൃത്തി ആണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു, ജലത്തിലൂടെ ചലിച്ചു, സൃഷ്ടി ഉണ്ടായി. അപ്പൊ ആ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഈ മൂന്നിനും എന്തില്ല? സ്വതന്ത്രമായ വ്യക്തിത്വമില്ല. എന്നാൽ ഹോളി ട്രിനിറ്റിയിൽ പിതാവിന് പിതാവിന്റെ സ്വതന്ത്രമായ വ്യക്തിത്വമുണ്ട്, പുത്രന് പുത്രന്റെ സ്വതന്ത്രമായ വ്യക്തിത്വമുണ്ട്, പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവിന്റെ സ്വതന്ത്രമായ വ്യക്തിത്വമുണ്ട്. പക്ഷെ എല്ലാ ദൈവിക പ്രവർത്തികളിലും ഈ 3 പേരും സിങ്ക്രണൈസ് ചെയ്ത് ഒറ്റ ഈ ഫ്രീ വില്ലായി പ്രവർത്തിക്കുകയാണ്, ഒറ്റ ഇച്ഛയായി പ്രവർത്തിക്കുകയാണ്. ഈ 3 പേരുടെയും പങ്കാളിത്തം അതിനകത്തുണ്ട്. ഇനി ഞാൻ വായിച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ശിവപാസ്റ്റർ ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കും. ഇനി ആദ്യം ഞാൻ സത്ത എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇനി അതിന്റെ ട്രിനിറ്റി എന്നുള്ള വേർഡ്, ത്രിയേകത്വം എന്നതിലെ ട്രിനിറ്റി എന്ന വേർഡിൽ നേച്ചർ, വ്യക്തികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ദൈവം ഏകനാണ്, എങ്കിലും ഏകാന്തനല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സംശയങ്ങൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെ കുറിക്കുന്ന നാമമല്ല. എന്ന് പറഞ്ഞാൽ അനിമോന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അനിമോന്റെ അറിവിനെയും അനിമോന്റെ ഇച്ഛാശക്തിയെയും അനിമോന്റെ ചെയ്യാനുള്ള ശക്തി എന്ന തരത്തിൽ ഒരു സ്വഭാവം, ഗുണം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ എന്നാണ് പറയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സംശയങ്ങൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്തങ്ങളെ കുറിക്കുന്ന നാമല്ല. അവ ഒന്ന് മറ്റൊന്നിൽ യഥാർത്ഥ വ്യത്യാസമാണ്. പുത്രനായിരിക്കുന്നവൻ പിതാവല്ല, പിതാവായ പുത്രനല്ല, പിതാവ് പുത്രനായിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല. ഇവ ഉത്ഭവത്തിന് പരസ്പരം വ്യതിരക്തമാണ്. ജനിച്ചത് പിതാവാണ്, ജനിപ്പിക്കുന്ന പുത്രനാണ്, പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവിക ഏകത്വം ത്രിയേകമാണ്. ഈ രണ്ടും കൂടെ, ഇത് ഒരു മിസ്റ്ററിയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ഉൾക്കാഴ്ചകൾ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. എങ്കിലും നമ്മൾ പറയുകയാണ്. ഇനി ഞാൻ ആ പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ദൈവിക വ്യക്തികൾ അന്യോന്യം ബന്ധമുള്ളവരാണ്. ദൈവിക വ്യക്തികളുടെ അന്യോന്യ വ്യതിരക്തത ദൈവിക ഐക്യത്തെ ഭേദിക്കാത്തതിനാൽ ദൈവിക വ്യക്തികൾ പരസ്പരമുള്ള യഥാർത്ഥമായ വ്യതിരക്തത അടങ്ങിയിരിക്കുന്നത് അവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങളിൽ മാത്രമാണ്. വ്യക്തികളുടെ ബന്ധം സൂചിപ്പിക്കുന്ന നാമങ്ങളുടെ പിതാവും പുത്രനോടും പുത്രൻ പിതാവിനോടും പരിശുദ്ധാത്മാവ് ഇരുവരോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവരുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ 3 വ്യക്തികൾ എന്ന് വിളിക്കുമ്പോൾ നാം ഒരു പ്രകൃതിയിൽ അഥവാ ഒരു സത്തയിൽ മാത്രം വിശ്വസിക്കുന്നു, ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ വൈരുദ്ധ്യം ഇല്ലാത്തിടത്ത് അവർ മൂവരും ഒന്നാണ്. ഈ ഐക്യം മൂലം പിതാവ് പൂർണ്ണമായും പുത്രനിലും പരിശുദ്ധാത്മാവിലുമാണ്, പുത്രൻ പൂർണ്ണമായി പിതാവിലും പരിശുദ്ധാത്മാവ് പൂർണ്ണമായും പിതാവിലും പുത്രനിലുമാണ്. അപ്പം ഇത്രയൊക്കെയാണ് ട്രിനിറ്റിയെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇതിനെ കുറച്ച് ഇതിന്റെ ഡീറ്റെയിലേക്ക് സൂക്ഷ്മതയിലേക്ക് പോകാൻ ശ്രമിക്കാം, എത്രത്തോളം കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പം സിമ്പിൾ ആയിട്ട് ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ 3 ഒരേ ഗുണമുള്ള സത്തകൾ ഉപയോഗിക്കുന്ന 3 സെപ്പറേറ്റ് വ്യക്തികളല്ല ദൈവം. ഒരൊറ്റ ശരീരം ഉപയോഗിക്കുന്ന ആ ഒരു ശരീരത്തിൽ 3 വ്യക്തികളാണ്. ഇതാണ് ത്രിയേകത്വം. താങ്ക് യു. അപ്പോ ഇവിടെ ഡിസംബ്രദറിന്റെ ട്രിനിറ്റി ഇതൊരു സംവാദമല്ലാത്തതുകൊണ്ട് ഞാൻ എന്റേതായ വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല. ഈ ഡിസംബ്രദർ അവതരിപ്പിക്കുന്നതിനെ നമ്മൾ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കുകയാണ്. ഡിസംബ്രദർ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ട്രിനിറ്റി 3 വ്യക്തികളല്ല, ഒരു വ്യക്തിയിൽ 3 പറഞ്ഞു കഴിയുമ്പോൾ തെറ്റാണ്, തിരുത്തണം കേട്ടോ, ഇങ്ങനെയാണോ പറഞ്ഞെന്ന്. ഉദാഹരണം പറഞ്ഞാൽ വില്ല്, നോളജ്, പവർ. അപ്പോ വില്ല് എന്ന് പറയുന്നത് ഫാദർ, നോളജ് എന്ന് പറയുന്നത് സണ്ണ്, പവർ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ്. വില്ല്, നോളജ്, പവർ, അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെ ഞാൻ കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. മറുപടി പറയാമെങ്കിൽ ബാക്കി ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോയ കുഴഞ്ഞില്ല. അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. അതിനകത്ത് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ ഗോഡ് ദൈവം എത്ര വ്യക്തിയാണെന്ന് ചോദിച്ചാൽ, ഗോഡ് എന്ന അർത്ഥത്തിൽ അതിന്റെ ആ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു പേഴ്സൺ എന്നുള്ള അർത്ഥത്തിൽ നിന്ന് പറഞ്ഞാൽ അത് തിയോളജിക്കലി ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും സൂക്ഷ്മമായിട്ടും ആദ്യം പേഴ്സൺ എന്താണ്, പെർസോണ എന്താണ്, നമ്മൾ ഈ വ്യക്തികൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതും ഹോളി ട്രിനിറ്റിയുടെ വ്യാഖ്യാനത്തിൽ പെർസോണ എന്ന വേർഡിന്റെ പ്രത്യേകത, ഇതെല്ലാം ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഗോഡ് ഒന്നാണ്, ഒറ്റ ദൈവമേ നമുക്കുള്ളൂ. ആ ദൈവത്തിന് ഉപസ്ഥിതിയിൽ 3 വ്യക്തികൾ നിലനിൽക്കുന്നു. അപ്പൊ ശിവപാസ്റ്റർ ചോദിക്കുകയാണ്, ഗോഡ് ഒരൊറ്റ ദൈവം, നിങ്ങൾക്ക് ഒരൊറ്റ ദൈവം, ഒരു പേഴ്സണേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ, അല്ല, ഞങ്ങളുടെ ദൈവത്തിൽ, ഏക ദൈവത്തിൽ 3 വ്യക്തികൾ ഉപസ്ഥിതിയിൽ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറയും. അപ്പൊ ഗോഡ് 3 ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. അപ്പം ഗോഡ് എന്ന വ്യക്തി 3 ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ നിങ്ങൾ ആ ഗോഡ് എന്ന വേർഡിനെ ഏത് അർത്ഥത്തിലാണ് മീൻ ചെയ്യുന്നതെന്നൊക്കെ അനുസരിച്ചായിരിക്കും ഉത്തരം വരിക. താങ്ക് യു. അപ്പൊ ഗോഡ് എന്ന് പറയുമ്പോൾ ഏതർത്ഥത്തിലാണ്? ഞാൻ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലാകുന്നത് യഹോവ എന്നത് സത്തയാണ്. ഞാൻ സത്തയാണോ സത്തയുടെ പേരാണോ ചോദിച്ചപ്പോ അത് പറഞ്ഞില്ല. അപ്പൊ യഹോവ എന്ന ഈ സത്ത, യഹോവ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പേരാണ്. ആ ദൈവത്തിന്റെ ഗോഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു വസ്തുവിനെ അഡ്രസ് ചെയ്യുമ്പോൾ അതിന്റെ സത്തയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അതിന്റെ വസ്തു ഉണ്ടെങ്കിലല്ലേ നേച്ചർ ഉള്ളൂ. അപ്പം ദൈവിക സത്തയുടെ പേരാണ് യഹോവ. ആ ദൈവിക സത്തയിൽ 3 നേച്ചറുകളുണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്ക് കയറി സംസാരിച്ചതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇത് അല്ലല്ലല്ല, ഇത് കിസാനാ പറയേണ്ടി, അതുകൊണ്ട് എപ്പം വേണമെങ്കിലും ഇടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കല്ലേ. അപ്പം അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പല ഉദാഹരണങ്ങളും പറഞ്ഞ് എന്നെ എല്ലാവരും കളിയാക്കുന്നതാണ്, എങ്കിലും എനിക്ക് ഇത് കൂടുതലൊന്നും പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് അത് തന്നെ പറയും. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് 1 സ്പൂൺ മധുരവും 1 സ്പൂൺ കയ്പും 1 സ്പൂൺ പുളിയും ചേർക്കുക. ഇത് 3 ടേസ്റ്റാണ്, 3 സ്വഭാവങ്ങളാണ് ഇത്. അപ്പം സ്വഭാവമില്ലാത്ത വെള്ളത്തിലേക്ക്, ആ സ്വഭാവമില്ലാത്ത വെള്ളത്തെ വേണമെങ്കിൽ നമുക്ക് സത്ത എന്ന് വിളിക്കാം.
അതിനെ വേണമെങ്കിൽ ദൈവിക സ്വഭാവത്തെ മൊത്തത്തിൽ നമുക്ക് സ്നേഹമെന്ന് വിളിക്കാം. ആ വെള്ളം സ്നേഹമാണ് എന്നുള്ള അർത്ഥത്തിൽ ഈ മൂന്നും കൂടെ ചേർന്ന ഒരു നേച്ചറാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്തു ആയിക്കോട്ടെ, അത് വേറൊരു ചർച്ചാ വിഷയമാണ്. ഇത് മൂന്നും കൂടെ ഇട്ട് ആ വെള്ളം ഇളക്കി കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തുള്ളിയിലും കയ്പുമുണ്ട്, മധുരവുമുണ്ട്, പുളിയുമുണ്ട്. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ കയ്പിനും മധുരത്തിനും പുളിക്കും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള വിൽ പവറും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ ശിവ് പാസ്റ്റർ ആ വെള്ളം കുടിക്കുന്ന സമയത്ത് പുളി തീരുമാനിച്ചു, ശിവ് പാസ്റ്റർ ഞാൻ വെളിപ്പെടുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ശിവ് പാസ്റ്റർ ആ വെള്ളം കുടിക്കുമ്പോൾ പുളി അവിടെ ഉണ്ട്, പക്ഷെ പുളി എന്ന ടേസ്റ്റ് ശിവ് പാസ്റ്ററിന് കിട്ടത്തില്ല, കയ്പും മധുരവും മാത്രമേ കിട്ടുള്ളൂ. ഞാൻ കുടിക്കുന്ന സമയത്ത് പുളിയും കയ്പും തീരുമാനിച്ചു, ടിസന് വെളിപ്പെടുന്നില്ല. അപ്പൊ ഞാൻ കുടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? എനിക്ക് കയ്പ് മാത്രമേ അല്ലെങ്കിൽ മധുരം മാത്രമേ അനുഭവപ്പെടുള്ളൂ. എന്നാൽ അനിമോൻ കുടിച്ച സമയത്ത് അവർ 3 പേരും തീരുമാനിച്ചു, 3 പേരും വെളിപ്പെട്ടേക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ എന്ത് ചെയ്യുന്നു? അനിമോൻ കുടിച്ച സമയത്ത് 3ഉം വെളിപ്പെട്ടു. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വെളിപാടുകളിൽ ഈ ഒരു സ്വഭാവമുണ്ട്. അബ്രഹാത്തിന്റെ മുന്നിൽ 3 ദൂതന്മാരായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദൂതവേഷത്തിലാണ്, എലോഹിം ദൈവവേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ അത് ദൈവം തന്നെയാണ് എന്ന് വ്യക്തമായി പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ദൈവം അവരോട് സംസാരിച്ചു. മോശയുടെ മുന്നിൽ ദൂതവേഷത്തിലാണ്, അഗ്നിയുടെ മുന്നിൽ. പെന്തക്കോസുകാരോടൊക്കെ വളരെ വിചിത്രമായ ആർഗ്യുമെന്റ് ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അവന്മാരെ ഉത്തരം മുട്ടിക്കാനാണ്. ഇനി അതും എടുത്തുകൊണ്ട് ശിവ് പാസ്റ്ററുമായി നടത്തുന്ന ചർച്ചയിൽ വരരുത്. ശിവ് പാസ്റ്റർ കുറെ കൂടെയൊക്കെ തിയോളജിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഈ പെന്തക്കോസുകാരുടെ നിലവാരത്തിലല്ല, അതുകൊണ്ടാണ്. അപ്പം ദൂതൻ നിന്ന് കത്തുന്നതാണ് മോശ കണ്ടത്. പക്ഷെ ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ ദൂതൻ യഥാർത്ഥത്തിൽ വചനമാകുന്ന ദൈവം ദൂതവേഷത്തിൽ വന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ദൈവം എന്ത് ചെയ്തു? വചനം അല്ലെങ്കിൽ ദൈവം സംസാരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ആ ദൈവം ഞാൻ പിതാക്കന്മാരുടെ അബ്രാഹത്തിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ ദൈവമാണെന്നാണ് പറയുന്നത്. സത്യമാണ്. കാരണം ദൈവം ഒരാളാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്തയിൽ ഏകമായതുകൊണ്ട് ദൈവം പുത്രനെ മോശയ്ക്ക് അവിടെ വെളിപ്പെട്ടിട്ടുള്ളെങ്കിലും അവിടെ പുത്രൻ വെളിപ്പെട്ടാലും അവിടെ പിതാവുമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പുതിയ നിയമത്തിൽ അതിനകത്ത് കൃത്യമായ വചനമുണ്ട്. ഞാനുള്ളിടത്ത് പിതാവും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് കൃത്യമായ വചനമുണ്ട്. അപ്പൊ ആര് വെളിപ്പെട്ടാലും, ഇപ്പം പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ മേൽ വരുന്നുണ്ട് പ്രാവിന്റെ രൂപത്തിൽ. അതിന്റെ അർത്ഥം അവിടെ പരിശുദ്ധാത്മാവ് മാത്രം ഉള്ളൂ എന്നുള്ളതല്ല. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, അവർ മറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ട്രിനിറ്റിയെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ട്രിനിറ്റി ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഒരിക്കലും മിക്സ് ചെയ്ത് അത് യോജിക്കുന്നില്ല. അത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ പരസ്പരം മിക്സ് ചെയ്യാതെ എന്നാൽ ഒറ്റ സത്തയിൽ ഏകമായി നിലനിൽക്കുന്നു. അപ്പൊ ആ നാരങ്ങാ വെള്ളത്തിൽ പുളിയും കയ്പും മധുരവും എങ്ങനെ ഏകമായി നിലനിന്നു എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അതിന് കുറച്ച് പരിമിതികളുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു. ശിവച്ചായ വല്ലതും പറയുന്നെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. മ്യൂട്ടാണ്. സോറി ഞാൻ മ്യൂട്ടാന്നുള്ളത് കണ്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇരുന്നത്, ഈ ഇപ്പം ടിസം പറഞ്ഞതനുസരിച്ച് യഹോവ എന്ന സത്തയിൽ 3 പ്രതിഭാസങ്ങൾ. അപ്പൊ അതാണ് ഈ വില്ല്, നോളജ്, പവർ എന്നാണ് പറഞ്ഞത്. വില്ലും നോളജും പവറും. അപ്പൊ ഇവിടെ എന്റെ ചോദ്യം, അത് 3 സ്വതന്ത്ര വ്യക്തികൾ അല്ല എന്ന് ടിസം പറഞ്ഞു. ഒരു വ്യക്തി ഞാൻ പറഞ്ഞിട്ടില്ല 3 വ്യക്തികളാണ് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നാരങ്ങാ വെള്ളത്തിൽ പുളിയും കയ്പിനും മധുരത്തിനും ഫ്രീ വില്ല് കൊടുത്താൽ അവർ വ്യക്തികളായി മാറി. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനം എടുക്കാനുള്ള കഴിവുള്ളതായി. അതുകൊണ്ട് തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വതന്ത്ര അല്ലെങ്കിൽ വ്യക്തികളാണ്, സമ്പൂർണ്ണ വ്യക്തികളാണെന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ കൃത്യമായി ഇവിടെ വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഒരിക്കൽ കൂടെ വേണേ വായിച്ചു കേൾപ്പിക്കാം, സംശയം ഉണ്ടെങ്കിൽ. അതല്ല, വായിച്ചു കേൾക്കണ്ട. അപ്പം ഒരേ സത്തയാണ്, സമാന സത്തയല്ലെന്ന് പറഞ്ഞാൽ ഉദാഹരണം ഞാൻ എടുക്കുന്നില്ല. ഉദാഹരണം വ്യത്യസ്തമായി പോയി, പുളി ഉപ്പും ഒക്കെ. അപ്പൊ ഇവിടെ നമ്മൾ യഹോവ ആരാണെന്നാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്.
അപ്പം ഈ ദൈവത്തിന്റെ പേരാണ് യഹോവ എന്ന് പറഞ്ഞു. അപ്പൊ യഹോവ എന്നത് ദൈവത്തിന്റെ പേരാണ്. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് ആ 3 പേരും കൂടെ ചേരുന്നതിനാണോ യഹോവ എന്ന് വിളിക്കുന്നത്? 3 പേരും ചേരുക എന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു സമയം പാസ്റ്ററെ, ഞാന് ഈ കമന്റില് കുറച്ച് തലയ്ക്കകത്ത് തലച്ചോറ് പിണ്ണാക്കുമായി നടക്കുന്ന കുറെ പെന്തോകൾ താഴെ ഇരുന്ന് ട്രോളുകയും കമന്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ ഈ സംസാരിക്കുന്ന എന്നാണെന്ന് മനസ്സിലാക്കാൻ പോലുള്ള ശേഷിയില്ല, ദയവ് ചെയ്ത് റൂമിൽ നിന്ന് പോവുക, വെറുതെ സമയം മെനക്കെടും. മാസ്റ്റർ അച്ചായനോട് പ്രത്യേകിച്ച്. ഓക്കെ, ടിസം ബ്രദറെ അത് വിട്ടേക്ക്. അവിടെ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? അവരെന്തെങ്കിലുമൊക്കെ എഴുതട്ടെ, നമ്മുടെ വിഷയത്തിലോട്ട് അത് വരണ്ട, വിട്ടേരെ. അപ്പൊ കുറെ എണ്ണങ്ങൾ തലയ്ക്കകത്ത് 5ന്റെ വീറുമില്ലാതെ പിണ്ണാക്കുമായിട്ട് നടക്കുന്ന കുറെ മണ്ട ശിരോമണികള്, ഇതൊന്നും ഞങ്ങൾ എന്നാ പറയുന്നതെന്ന് പോലും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ടിസം ബ്രദറെ അത് വിട്ടേരെ. കാര്യം അവരും എന്തെങ്കിലുമൊക്കെ എഴുതിക്കോട്ടെ, കുഴപ്പമില്ല. താങ്കൾ അത് ശ്രദ്ധിക്കാതെ വിഷയത്തിലേക്ക് പാസ്റ്ററെ, ആ പിന്നെ ചോദ്യം ശ്രദ്ധ ഒന്നും കൂടെ ഒന്ന് ചോദിക്കാവോ? ആളുകൾക്ക് അല്ലെങ്കിൽ ടച്ച് വിട്ടു, എനിക്ക് ഇച്ചിരി ടച്ച് വിട്ടു. അത് പോട്ടെ. നിങ്ങൾ ഈ കമന്റ് നോക്കാൻ പോയാൽ ശരിയാകത്തില്ല. ഇവിടെ ഇത് കേക്ക്, ഈ ദൈവത്തിന്റെ പേരാണ് യഹോവ എന്ന് ടിസം പറയുകയും ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇരിക്കുന്നത്, അത് പിന്നെ അതെങ്ങനെ ഇരിക്കുന്ന ഞാൻ പിന്നെ ചോദിക്കാം. അപ്പൊ ഈ യഹോവ എന്നുള്ളത് ഈ 3 പേരും കൂടെ ചേർന്നിരിക്കുന്നതിനെയാണോ യഹോവ എന്ന് വിളിക്കുന്നത്? അത് ചോദ്യം നല്ലതാണ്, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സമാന സത്താവാദികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ പശയിട്ട് ഒട്ടിച്ച് വെച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ട്രിനിറ്റി ആയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിതാവ് സെപ്പറേറ്റ് ആണ്, പുത്രൻ സെപ്പറേറ്റ് ആണ്, പരിശുദ്ധാത്മാവ് സെപ്പറേറ്റ് ആണ്. ഇവര് 3 ഒരേ സ്വഭാവമുള്ള 3 സത്തകളാണ് ഇവര് ഹോൾഡ് ചെയ്യുന്നത്. ഈ 3 കൂടെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ, ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏക ട്രിനിറ്റി ആണ്. ഇതല്ല ഞങ്ങൾ പറയുന്നത്. താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ കോടാനുകോടി ഒരു അംശം എടുത്താലും ആ അംശത്തിന്റെ ഉള്ളിൽ ആ പൂർണ്ണമായ വ്യക്തിത്വത്തോടുകൂടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ നിലനിൽക്കുന്നു എന്നതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ഹൈപ്പോസ്റ്റാസിസ് എന്നാണ്, ഉപസ്ഥിതി എന്നാണ് അതിന്റെ മലയാളത്തിലെ വീട്. ഞാൻ അതും കൂടെ ഒന്ന് വായിക്കാം. തീർത്ഥത്തെ സംബന്ധിക്കുന്ന വിശ്വാസ സത്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്നതിന് സഭ ഇത് എന്റെ ആശയമാണ് കേട്ടോ, കത്തോലിക്ക സഭയുടെ ആശയമല്ല. കാരണം ഇനി ഞാൻ കത്തോലിക്ക സഭയുടെ പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ കളിയാക്കാൻ നിൽക്കണ്ട. പക്ഷെ ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസി ആയതുകൊണ്ട് എന്റെ ആശയം, എനിക്ക് കൺവിൻഷൻ ആയ ആശയം ഞാൻ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. തീർത്ഥത്തെ സംബന്ധിച്ച് ഞാൻ കത്തോലിക്ക തീർത്ഥത്തെ സംബന്ധിച്ച വിശ്വാസത്തെ വ്യക്തമായി അവതരിപ്പിക്കുന്നതിന് സഭയ്ക്ക് തത്വശാസ്ത്രത്തിന്റെ ഉരുത്തിരിഞ്ഞ ചില ആശയങ്ങളുടെ സഹായത്തോടെ സ്വന്തമായ പദവ്യൂഹം രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സംശയമാണ് സത്ത, സബ്സ്റ്റൻസ്, വ്യക്തി, പേഴ്സൺ, ഉപസ്ഥിതി, ഹൈപ്പോസ്റ്റാസി, ബന്ധം, റിലേഷൻ മുതലായ പ്രക്രിയയിലൂടെ സഭ അവളുടെ വിശ്വാസത്തെ മാനുഷിക ജ്ഞാനത്തിന്റെ അടിയറ വെക്കുകയല്ല ചെയ്യുന്നത്, പ്രത്യുത പദങ്ങൾക്ക് അഭിനവവും അത്ഭുതപൂർവമായ അർത്ഥം നൽകുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പാസ്റ്ററെ, ഈ പദങ്ങളെ കുറിച്ചൊക്കെയുള്ള ശരിയായ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്നത് മനസ്സിലാകത്തില്ല. അപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ കിടക്കുന്നത്, ഒരിക്കലും സമാന സത്തവാദികൾ ട്രിനിറ്റി പറയുമ്പോൾ പിതാവ് എന്ന ഒരു സെപ്പറേറ്റ് സത്തയോട് കൂടിയ പിതാവിനെയും വചനം എന്ന സെപ്പറേറ്റ് സത്തയോട് കൂടി, ഒരേ സത്ത തന്നെയാണ് കേട്ടോ, സത്ത ഇതെല്ലാം ഒന്ന് തന്നെയാണ്. 3 ഗ്ലാസ്സിൽ നാരങ്ങ വെള്ളം എടുത്ത് വെച്ചിട്ട് ഈ 3 ഗ്ലാസ്സിലെ വെള്ളം കൂടെ കൊണ്ടുപോയി ഒരു പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരൊറ്റ സത്തയുള്ള തീരും എന്ന് പറയുന്ന പോലെ. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? ഈ വെള്ളം എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒന്നായി തീരുവാണ്. അങ്ങനെ ഒരിക്കലും ഹോളി ട്രിനിറ്റി മിക്സ് ആയിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ മിക്സ് ആയിട്ട് ഒന്നായി തീരുന്നില്ല. അത് എപ്പോഴും എല്ലാ കാലത്തും നിത്യതയിൽ സെപ്പറേറ്റ് തന്നെയാണ്. വ്യക്തി ഉപസ്ഥിതി, ഈ ഉപസ്ഥിതി ഹൈപ്പോസ്റ്റാസിസ് എന്ന് ബന്ധത്തിൽ ഉപസ്ഥിതിയാണ് ഗോഡിൽ. അപ്പം ഇത് കൃത്യമായി മനസ്സിലാക്കിയെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പം യഹോവ ആണ് എൻ്റെ നാമം എന്ന് യേശുക്രിസ്തു പറഞ്ഞാലും പരിശുദ്ധാത്മാവ് പറഞ്ഞാലും പിതാവായ ദൈവം പറഞ്ഞാലും അത് സത്യമാണ്. ഈ 3 പേരുടെയും സത്തയെയാണ് യഹോവ എന്ന് വിളിക്കുന്നത്. അപ്പം ഓക്കെ, മനസ്സിലായി. അപ്പൊ ഞാൻ പറയുന്നത് ഉപസ്ഥിതി എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. പക്ഷെ ടിസം ബ്രദർ പറഞ്ഞ ആ ഒരു രൂപത്തിൽ നമ്മൾ ഉപസ്ഥിതി എന്ന് പറയുന്നത് കേട്ടോ.
അപ്പം പിതാവ് ഒരു ഉപസ്ഥിതിയാണ്, പുത്രൻ ഒരു ഉപസ്ഥിതിയാണ്, പരിശുദ്ധാത്മാവ് ഒരു ഉപസ്ഥിതിയാണ്. അങ്ങനെയല്ലേ പറഞ്ഞു? ദൈവ ഗോഡ് എന്ന ഗോഡിലുള്ള 3 ഉപസ്ഥിതികളാണ് പിതാവ് എന്ന വ്യക്തിയും പുത്രൻ എന്ന വ്യക്തിയും പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയും. ഇനി യഹോവ ഒരു ഉപസ്ഥിതിയാണ്. ഒരു സെക്കൻഡ്, ഒരു ഡിക്ലെയിമർ വെച്ചോട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, താഴെ ഇരിക്കുന്ന ഓഡിയൻസിനോട് ഞാൻ ഈ ഉപയോഗിക്കുന്ന വേർഡുകൾ എക്സാക്ട് തിയോളജിക്കൽ വേർഡുകളാണ് എന്ന് എനിക്ക് അവകാശമില്ല. ചിലപ്പം ഞാൻ ഉപയോഗിക്കുന്ന വേർഡുകളിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവൊക്കെ വരാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ഈ റൂം കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് ചോദിച്ചാൽ ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാവുന്നതായിരിക്കും. എനിവേ, ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു. അല്ല, എന്റെ ചോദ്യം, ഈ പിതാവ് ഉപസ്ഥിതി, പുത്രൻ ഉപസ്ഥിതി, പരിശുദ്ധാത്മാവ് ഉപസ്ഥിതി, യഹോവ ഒരു ഉപസ്ഥിതിയാണോ? യഹോവ ഉപസ്ഥിതിയല്ല, യഹോവ ഈസ് ഗോഡ്, ഏക സത്യ ദൈവമായ ഗോഡ്. പുതിയ നിയമത്തിലെ ഞാൻ പലതവണ വായിച്ചു, ഞാൻ അതങ്ങ് വായിച്ചേക്കാം. ഒരു സെക്കൻഡേ, വായിക്കുന്ന നല്ലതാണ്. ഞാൻ അതിന് ഇംഗ്ലീഷ് വായിക്കാം. ഐ ആം, ഇപ്പം പഴയ നിയമത്തിൽ പല ഐ ആം ഗോഡ്, ദർ ഈസ് എ വൺ എൽസ്, ഐ ആം ഗോഡ്, ദർ ഈസ് എ നോ വൺ ലൈക്ക് മീ. ഇതൊക്കെയാണ് പഴയ നിയമത്തിൽ യഹോവ പറയുന്നത്. ഇനി ഇതിനെ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് പറയുന്നത്? മർക്കോസ് സുവിശേഷം, ഞാൻ ബൈബിൾ നോക്കട്ടെ, വായിച്ചു കേൾക്കുന്നത് നല്ലതാണ്. ഇതേ വേർഡ് തന്നെയാണ് പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിലെ ദൈവം തന്നെ കുറിച്ച് പറയുന്നത്. നമുക്കൊന്ന് കേട്ടു. അത് പുതിയ നിയമത്തിൽ ദൈവം ഇത് പറയുമ്പോൾ അത് പിതാവായ ദൈവത്തെ കുറിച്ചും ഇത് തന്നെ പറയും, പുത്രനായ ദൈവത്തെ കുറിച്ച് ഇത് തന്നെ പറയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവൻ അത്ര ക്ലിയർ ആയിട്ട് പുതിയ നിയമത്തിൽ പറയുന്നില്ല. എങ്കിലും ഈ 3 പേർക്കും ഞാൻ ഏക ദൈവമാണെന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ട്, 3 പേർക്കും. അപ്പൊ ഞാൻ മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 12-ാം അധ്യായം വായിക്കുന്നത് നല്ലതാണ്. 29 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് 29. ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വാദങ്ങൾ കേട്ടു. അവൻ നന്നായി ഉത്തരം പറയുന്നത് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാറ്റിനും പ്രധാന കൽപ്പന. യേശു പ്രതിവചിച്ചു, ഇതാണ്. ഒന്നാമത്തെ, ഇസ്രായേൽ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക. ഇപ്പൊ ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് സെപ്റ്റുജന്റ് ട്രാൻസ്ലേഷനിലാണ്. അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ യാഹോ എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കത്തോലിക്കർ യാഹോ എന്ന് വിളിക്കും, പെന്തക്കോസുകാർ യഹോവ എന്ന് വിളിക്കും, അല്ലെ YHWH എന്ന് തന്നെയാണ് ഇതിന്റെ പഴയ നിയമക്കൂട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഏക കർത്താവാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. ഇനി റോമ 3:30 1 Corinthians 8:4-6 ഗലാത്യക്കാരിലെ 3:20 എഫെസോസ് 4:6 1 തിമോത്തി 1:17 1 തിമോത്തി 2:5 ജെയിംസ് 2:19 ഇത് ജെയിംസ് 2:19 ഞാൻ ഒന്ന് വായിക്കാം. Thou believes that there is a one God, thou does not well, the devil is believe and tremble. എന്ന് പറഞ്ഞാൽ സാത്താൻ പോലും അത് വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ആ വൺ ഗോഡ് ആണ് യഹോവ. ആ വൺ ഗോഡ് തന്നെയാണ് ഹോളി ട്രിനിറ്റി. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവം ഏകാന്തനല്ല എന്ന അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടില്ല, അതിന്റെ നിഴലുകൾ മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിലാണ് വെളിപാട് പൂർത്തിയാക്കുന്നത്. അത് കൃത്യമായിട്ട് ബൈബിൾ വചനമുണ്ട്. യേശുക്രിസ്തുവിലൂടെയാണ് വെളിപാട് പൂർത്തിയാക്കുന്നത്. വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ച് പുതിയ നിയമത്തോടു കൂടി വെളിപാട് തീർന്നു. കാരണം ദൈവം തന്നെ മനുഷ്യനായി വന്ന് നമുക്ക് തന്ന വെളിപാടാണ്. ആ വെളിപാടിലാണ് ദൈവം ഏകൻ മാത്രമല്ല എന്നുള്ള അർത്ഥത്തിൽ ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ ഏകാന്തനല്ല എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. അത് ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ക്രിസ്ത്യാനികൾ ആരും പഴയ നിയമത്തിൽ വിശ്വസിക്കുന്നവരല്ല, പുതിയ നിയമ വിശ്വാസികളാണ്. അപ്പം ദൈവത്തെക്കുറിച്ച് പഴയ നിയമ അണ്ടർസ്റ്റാൻഡിങ് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് പുതിയ നിയമ അണ്ടർസ്റ്റാൻഡിങ് തരുവാൻ വേണ്ടി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരേണ്ട വന്നത്. ഇത്രേ ഉള്ളൂ അതിന് മറുപടി. അപ്പം എന്റെ ചോദ്യം വീണ്ടും നിലനിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് ദൈവം എന്ന് പറയുന്നതാണ് യഹോവ. അപ്പൊ യഹോവ എന്ന് പറയുന്ന ദൈവത്തിൽ 3 ഉപസ്ഥിതികളായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിലനിൽക്കുന്നു. ശരിയാണ്, അങ്ങനെയാണോ പറഞ്ഞത്? കറക്റ്റ്, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ യഹോവയുടെ അകത്ത് പഴയ നിയമത്തിൽ യഹോവ നിൽക്കുമ്പം ഏകനാകുന്നു
എന്ന് പറയുന്ന യഹോവയിൽ അന്തർലീനമായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുണ്ട്. അതായത് ഉപസ്ഥിതി എന്ന രൂപത്തിൽ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുണ്ട്. എന്ന് ശരിയാണോ? പറഞ്ഞാൽ പഴയ നിയമത്തിൽ യഹോവ പ്രത്യക്ഷപ്പെട്ടു, യഹോവ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ പിതാവ് സംസാരിച്ചതാകാം, പരിശുദ്ധാത്മാവ് സംസാരിച്ചതാകാം, പുത്രൻ സംസാരിച്ചതാകാം, ആര് സംസാരിച്ചതും ആകാം. കാരണം അത് ഒരൊറ്റ ദൈവമാണ്. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ട്രിനിറ്റേറിയൻ വ്യാഖ്യാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. ഇതാ, ദൈവിക രക്ഷാകൃതി മൂന്ന് വ്യക്തികളുടെയും പൊതു പ്രവർത്തനമാണ്. എന്നാൽ പഴയ നിയമത്തിൽ പുത്രൻ സംസാരിച്ചാലും യഹോവ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഗോഡ് സംസാരിച്ചു എന്ന് പറഞ്ഞ് പുത്രൻ സംസാരിച്ചാലും, പരിശുദ്ധാത്മാവ് സംസാരിച്ചാലും, പിതാവായ ദൈവം സംസാരിച്ചാലും എല്ലാം ഒരൊറ്റ ദൈവമായ യഹോവ സംസാരിച്ചു എന്നാണ് പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം, ദൂതരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം, ഞാൻ പുത്രനായ ദൈവം എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് 100% തെളിവൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ. ഇനി അബ്രഹാത്തിന്റെ മുന്നിൽ 3 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവിടെ അവർ പോകുമ്പോൾ, നമ്മൾ ഗോദവും ഗൊമോറയെ നശിപ്പിക്കാനായി പോകുമ്പോൾ, അത് ദൂതരൂപത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഹോളി ട്രിനിറ്റി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അർത്ഥം 3 ദൈവങ്ങളല്ല. അത് അവര് ഈ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ വേണ്ടി തങ്ങളുടെ 3 നേച്ചറിൽ അബ്രഹാത്തിന് ഒരു സിംബോളിക് ആയിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ദൈവം അവിടെ ഭക്ഷണം കഴിച്ചെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദൂതന്മാർ ഭക്ഷണം കഴിക്കൂ, അപ്പോൾ അതിനൊരു സിംബോളിക് മീനിങ് ആണ്. ഇനി ദൈവ പദ്ധതി മുഴുവനും 3 വ്യക്തികളുടെയും പൊതു പ്രവർത്തനമാണ്. പരിശുദ്ധ ത്രിത്വത്തിന് ഒരേ ഒരു പ്രകൃതി മാത്രമേ ഉള്ളതുപോലെ ഒരേ ഒരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സൃഷ്ടിയുടെ 3 പ്രഭാവങ്ങളുള്ള പ്രത്യുത ഏക പ്രഭാവകമാകുന്നു. എന്നിരുന്നാലും ഓരോ ദൈവിക വ്യക്തിയും സ്വന്തം വ്യത്യസ്ത സവിശേഷതകൾ അനുസരിച്ച് പൊതുപ്രവർത്തനം നിർവഹിക്കുന്നു. പുതിയ നിയമത്തെ ആശ്രമമായി സഭ ഏറ്റുപറയുന്നു, സർവ്വതും ആരിൽ നിന്നുണ്ടാകുന്നു അവ ആ ഏകദൈവവും പിതാവുമായവൻ, സർവ്വതും ആരിലൂടെ ആകുന്നുവോ ആ ഏകദൈവവും കർത്താവുമായ യേശു ക്രിസ്തു, സർവ്വതും ആരിൽ ആകുന്നുവോ ആ ഏകദൈവവും പരിശുദ്ധാത്മാവും. പുത്രൻ മനുഷ്യാവതാരവും പരിശുദ്ധാത്മാവിന്റെ ദാനവും ദൈവിക അയക്കലുകളാണ്. ദൈവിക വ്യക്തിയുടെ സവിശേഷതകളെ പറ്റി ഏറ്റവും കൂടുതൽ പ്രകടമാണ്. അപ്പോൾ പറഞ്ഞാൽ ഇവർക്ക് ദൈവത്തിന് ഒരൊറ്റ പ്രകൃതിയേ ഉള്ളൂ. ദൈവത്വം, ഡിവിനിറ്റി എന്ന ഒറ്റ പ്രകൃതി, പ്രവർത്തനങ്ങളും ഒറ്റ ഒന്നുള്ളൂ. കാരണം 3 പേരും ഒന്നിച്ച് ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. എന്നാൽ ഇവർ 3 വ്യക്തികളുമാണ്. അപ്പൊ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഒത്തിരി പരിമിതികളുണ്ട്. ഞാൻ ഈ പറഞ്ഞ എത്രത്തോളം താങ്കൾക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് റിയലായ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പൊ ഇപ്പം വായിച്ചതിനകത്ത് പിതാവാണ് സകലത്തിന്റെയും ഉറവിടം എന്ന് പറഞ്ഞു. വായിച്ചില്ലേ? ഇപ്പം വായിച്ചില്ലേ? കാരണം അതാണ് പിതാവ്. യേശുക്രിസ്തു പുതിയ നിയമത്തിൽ പറയുന്നില്ലേ, എന്റെ പിതാവിന്റെ ഇഷ്ടമല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അല്ല ഇപ്പൊ വായിച്ചാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ എന്തോ വായിച്ചല്ലോ. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദൈവിക പദ്ധതി മുഴുവൻ 3 വ്യക്തികളുടെയും പൊതുപ്രവർത്തനമാണ്. പരിശുദ്ധ ത്രിത്വത്തിൽ ഒരേ ഒരു പ്രകൃതി മാത്രമുള്ളതുപോലെ ഒരേ ഒരു പ്രവർത്തനമേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം ഞാൻ ഒന്ന് വായിക്കാം. സർവ്വതും ആരിൽ നിന്നുണ്ടാകുന്നു ആ ഏകദൈവവും പിതാവുമായവൻ, സർവ്വതും മതി. അപ്പൊ സർവ്വതും ആരിൽ നിന്നുണ്ടാകുന്നോ ആ ഏക ഉറവിടമാണ് പിതാവ് എന്ന് പറയുമ്പോ ഈ യഹോവ ഉണ്ടായത് പിതാവിൽ നിന്നാണോ? പിതാവ് തന്നെയാണ് യഹോവ. പിന്നെ യഹോവ ഉണ്ടായത് പിതാവിൽ നിന്നാണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ പിതാവാണ് യഹോവ എന്ന് പറഞ്ഞപ്പോ യഹോവയിലെ ഉപസ്ഥിതിയാണ് പിതാവ് എന്ന് പറഞ്ഞത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ശിവപാസ്റ്ററിനോട് ഞാൻ പണ്ട് ചോദിച്ചൊരു ചോദ്യം പ്രസാദങ്ങൾ പറയുകയാണെങ്കിൽ ഈ പ്രശ്നം തീർന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. ഇത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാം, ഒരു പേഴ്സൺ അല്ലെങ്കിൽ വചനത്തെ കാണാൻ പറ്റും. പിന്നെ ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പം ദൈവം എന്ന മറ്റൊരു വ്യക്തിയെ കാണാൻ പറ്റുന്നു. അപ്പൊ താങ്കളുടെ വിശ്വാസപ്രകാരം താങ്കൾ സമാന സത്താവാദമാണ് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും, ഞാൻ അതിന് ഉത്തരവും തരും. അതല്ല, ഇതൊരൊറ്റ ദൈവത്തെ കുറിച്ചാണ്, നമുക്ക് 2 ദൈവങ്ങളില്ല, ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തുവും ഈ പറയുന്ന ദൈവവും ഒരു ദൈവം തന്നെയാണ് എന്ന് താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായി. എന്താണ്? യഹോവ എന്ന വേടിന്റെ ഉള്ളിൽ
ഉപസ്ഥിതിയിൽ പിതാവുമുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. ഇപ്പം ഇത് തന്നെയാണ് ഞാൻ ഈ കേൾക്കുണ്ടാവും. ഞാൻ അനിമോന്റെ ഇച്ഛാശക്തി, പിതാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ യഹോവയുടെ ഫ്രീ വില്ലാണ്, തീരുമാനമില്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഏതാണ്, സർവ്വതും ആരിൽ നിന്നോ, ഇതാണ് ഇത് ഞാൻ പുതിയ നിയമത്തിൽ ആശ്രമ സഭ ഏറ്റു പറയുന്നു, സർവ്വതും ആരിൽ നിന്നാകുന്നു, ആ ഏക ദൈവവും പിതാവുമായവൻ. അപ്പൊ എന്താണ് ഉണ്ടാകട്ടെ എന്ന ആ തീരുമാനം വരുന്നത് യേശുക്രിസ്തു പറഞ്ഞു എന്റെ പിതാവിന്റെ ഇഷ്ടമാണെന്ന്. അപ്പം ആ ദൈവിക യഹോവയുടെ ഫ്രീവില്ലായ പിതാവിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഇച്ഛയായ പിതാവിൽ നിന്നാണ് വരുന്നത്. ഇനി നമ്മൾ അതിന്റെ അവസാനം എന്താ പറയുന്നത്, സമസ്തവും അവനിലൂടെ ഉണ്ടായി. എന്താണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടെ ഉണ്ടായില്ല. മൂന്നാമത്തെ വാക്യം. അപ്പം യേശുക്രിസ്തുവിലൂടെ ഉണ്ടായെന്നാ പറയുന്നത്, അല്ലെങ്കിൽ ലോഗോസിലൂടെ ഉണ്ടായി. ലോഗോസ് ഉണ്ടാക്കി എന്നല്ല പറയുന്നത്. അപ്പം ദൈവത്തിന്റെ ഫ്രീവില്ലായ പിതാവായ ദൈവം ഉണ്ടാകട്ടെ എന്ന തീരുമാനം എടുക്കുന്നു. പക്ഷെ ആ ഉണ്ടാകുന്നത് പുത്രനിലൂടെയാണ്. ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരിയും എങ്ങനെയായിരിക്കണം എന്ന തീരുമാനം പുത്രന്റെയാണ്. പുത്രനാണ് ആ ജ്ഞാനം, ദൈവിക ജ്ഞാനം. തീരുമാനം എന്നുള്ളതല്ല, ജ്ഞാനം പുത്രനാണ്. അപ്പൊ ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയാൽ താങ്കൾക്ക് ഈ ചോദ്യം മനസ്സിലാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. താങ്ക് യു. അപ്പൊ എന്താണ് യഹോ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ്. ഇതാണ് ഉത്തരം. അപ്പൊ ഇവിടെ പറഞ്ഞത് പിതാവിന്റെ ഇച്ഛ അല്ലെ പിതാവിന്റെ ഹിതം എന്ന് പറഞ്ഞു, ദ വിൽ ഓഫ് ദ ഫാദർ. അപ്പൊ താങ്കൾ പറയുന്നത് ഫാദർ എന്ന് പറഞ്ഞാൽ വില്ല എന്നാണ്. വിൽ ഓഫ് ദ ഫാദർ എന്നാണ് വായിക്കുന്നത്, വിൽ ഈസ് ദ ഫാദർ എന്നാണ് ഡിസംബർ പറഞ്ഞത്. അപ്പൊ ഇച്ഛയാണ് പിതാവ് എന്നതാണോ? എന്റെയാണോ പ്രശ്നം അറിയില്ല, സൗണ്ടിന് എന്തോ ഒരു ക്ലാരിറ്റി കുറവ് വന്നിട്ടുണ്ട്. ഒന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വരാം. ഇത് നല്ല ക്ലിയർ ആയിട്ട് ആളുകൾ കേൾക്കണം, അതുകൊണ്ടാണ്. ഇപ്പൊ ശരിയായില്ലേ? ശരിയായി ശരിയായി ശരിയായി. അതായത് പിതാവിന്റെ ഇച്ഛ എന്നതാണോ ശരി? പിതാവാണ് ഇച്ഛ, അതായത് വിൽ ഓഫ് ദ ഫാദർ, വിൽ ഈസ് ദ ഫാദർ. അപ്പം ഡിസംബർ പറയുന്നത് വിൽ ഈസ് ദ ഫാദർ എന്നാണ്. വില്ലാണ് ഫാദർ എന്ന് പറയുമ്പോൾ തന്നെ വായിക്കുന്ന ഡോക്യുമെന്റിനകത്ത് വിൽ ഓഫ് ദ ഫാദർ എന്നാണ് കാണുന്നത്. അപ്പൊ ഇതിനകത്തൊരു പൊരുത്തക്കേടുണ്ട്. അപ്പൊ വില്ല് എന്ന് പറയുന്നതാണോ പിതാവ്, അതോ പിതാവിന് വില്ല് ഉണ്ട് എന്ന് പറയുന്നതാണോ? ഏതാണ് ഡിസന്റെ നിലപാട്? ഇല്ല, ഇത് 3 വ്യക്തികൾ ആണല്ലോ. അപ്പൊ 3 വ്യക്തികൾക്കും അവരുടേതായ വില്ലുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വില്ല് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് പുത്രന്റെ വില്ലല്ല, പരിശുദ്ധാത്മാവിന്റെ വില്ലല്ല, അത് പിതാവായ ദൈവത്തിന്റെ വില്ലാണ്. കാരണം യഹോവയുടെ വില്ലാണ് പിതാവായ ദൈവം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് എന്റെ പിതാവിന്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ആ ഉപസ്ഥിതി, നാളെ ഞാൻ പറഞ്ഞ നമ്മുടെ അനുമോന്റെ ഉദാഹരണത്തിൽ അനുമോന് തീരുമാനം എടുക്കുന്നത് ആരാണ്? അനുമോന്റെ ഇച്ഛാശക്തി. ആ തീരുമാനം നടപ്പിലാക്കുന്ന ആ തീരുമാനം എന്താണ്? ഇതെല്ലാം അനുമോന്റെ തലച്ചോറിലുള്ള അനുമോന്റെ അറിവാണ്, ജ്ഞാനമാണ്. ഇനി അത് നടപ്പിലാക്കുന്നത് അനുമോനിലുള്ള ശക്തിയാണ്, ആ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് പറയുന്നത്. ഈ അർത്ഥത്തിൽ നമുക്ക് ഹോളി ട്രിനിറ്റിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്കൊക്കെ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഹോളി ട്രിനിറ്റി ഈസ് എ മിസ്റ്ററി. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. താങ്ക് യു. അതെ അതെ, മനസ്സിലാകുന്നുണ്ട്. അപ്പം ഇപ്പൊ പറഞ്ഞു ഫാദറിന്റെ വില്ലല്ല, യഹോവയുടെ വില്ലാണ് ഫാദർ. അപ്പം യഹോവയുടെ വളരെ കറക്റ്റ് ആണ്, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. യഹോവ എന്ന ദൈവത്തിന്റെ ഇച്ഛാശക്തിയാണ്, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്ന അതിനെയാണ് നമ്മൾ ഫാദർ എന്ന് വിളിക്കുന്നത്. ഇത് സഭയുടെ, കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടാണെന്നും എനിക്കറിയില്ല. എന്റെ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഭയങ്കര ക്ലാരിറ്റി ആയി കേട്ടോ. ഇപ്പൊ ഒരു ഏറെക്കുറെ ക്ലാരിറ്റി വന്നു. അതായത് യഹോവയുടെ ഇച്ഛ അല്ലെങ്കിൽ ഹിതം അല്ലെങ്കിൽ വില്ല്. അപ്പം വില്ല് ഓഫ് യാഹ്വേ ഈസ് നോൺ ആസ് ഫാദർ. അപ്പം യാഹ്വയുടെ വില്ലിനെയാണ് ഫാദർ എന്ന് വിളിക്കുന്നത്. ഈ യാഹ്വയുടെ വില്ലിനെ കൂടാതെ ഫാദറിന് വേറൊരു വില്ലുണ്ട്, സണ്ണിന് വേറൊരു വില്ലുണ്ട്, ഹോളി സ്പിരിറ്റിന് വില്ലുണ്ടെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞായിരുന്നു, റെക്കോർഡിംഗ് ഉണ്ടല്ലോ.
അതെന്നെ ഒന്നും കൂടെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. അതുമല്ല ഞാൻ ഇപ്പം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല വിഷമിക്കേണ്ട, എന്റെ ചാനലിൽ ചെന്നാൽ മതി. ഇത് തീർന്ന ഏതാനും നിമിഷങ്ങളിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും, എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അൺഎഡിറ്റഡ് വേർഷൻ. ഏഹ് അൺഎഡിറ്റഡ് വേർഷൻ. അൺഎഡിറ്റഡ് വേർഷൻ. ടെക്നിക്കൽ എറർ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാനിതിപ്പം ഞാൻ നോക്കട്ടെ, അത് റെക്കോർഡ് ആകുന്നുണ്ടോ എന്ന് നോക്കട്ടെ. സൗണ്ട് ഓക്കെ ആണേ ഓക്കെ. ഹലോ, റെക്കോർഡ് ആകുന്നുണ്ട്. ഞാൻ ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. റെക്കോർഡ് ആകുന്നു. ഒരു സെക്കൻഡേ. ഇല്ലെങ്കിൽ നമ്മൾ ഈ റൂം അന്നേരം സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. സ്റ്റോപ്പ്. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഡോൺ വരി. അപ്പൊ ഇവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഒരു ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഏറ്റവും എക്സ്ട്രീം ഡീപ്പായ ചില തലങ്ങൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാനുള്ള എൻ്റെ ഒരു എളിയ ശ്രമമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഞാൻ പറയുന്നത് എന്തെങ്കിലും മണ്ടത്തരമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതങ്ങ് തള്ളിക്കളഞ്ഞേക്കുക, അത്രേ ഉള്ളൂ. അപ്പം യഹോവയുടെ ഇച്ഛാശക്തിയാണ് പിതാവ്. അപ്പോൾ ശിവപാസ്റ്റർ ചോദിച്ച ഒരു വളരെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇഷ്ടപ്പെട്ടു. പിതാവിന്റെ വില്ല്, പുത്രന്റെ വില്ല്, പരിശുദ്ധാത്മാവിന്, അതുകൂടാതെ യഹോവയ്ക്ക് വേറൊരു വില്ലുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഒന്നും കൂടെ വായിക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം പുത്രൻ ഒരു സ്വതന്ത്ര വ്യക്തി എന്നതിൽ പുത്രന്റെ വില്ലുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്റെ പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിനും പുത്രനും പിതാവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വില്ലില്ല. അപ്പൊ യഹോവയുടെ വില്ല് എന്ന് പറഞ്ഞാൽ പുത്രന്റെ വില്ലല്ല, പരിശുദ്ധാത്മാവിന്റെ വില്ലല്ല, പിതാവിന്റെ വില്ലാണ്. അപ്പം പുത്രന് വില്ലില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്വതന്ത്ര വ്യക്തി എന്നതിൽ പുത്രന് വില്ലുണ്ട്. പക്ഷെ പുത്രന്റെ വില്ല് എന്തായിരുന്നു? ഇല്ലാണ്ടാവുന്നത്. അതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടമാണ് വാക്കിലും പ്രവർത്തിയും ഞാൻ എന്ന് പറയും. പുത്രൻ തന്റെ വില്ലിനെ പിതാവിന് സമർപ്പിച്ചിരിക്കുന്നു. അല്ലാതെ പുത്രന് ഒരു സ്വതന്ത്ര വ്യക്തി എന്ന് നമ്മൾ പറയുമ്പോൾ നിർബന്ധമായും പുത്രനൊരു വില്ലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആ വില്ലില്ലാത്തവനെ നമുക്ക് വ്യക്തി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു നേച്ചർ എന്നോ ഒരു ശക്തി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം പുത്രന്റെ വില്ലുണ്ട്, പക്ഷെ ആ വില്ല് പിതാവിൽ നിന്ന് വ്യത്യസ്തമല്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ദൈവിക വ്യക്തികൾ മുഴുവനും 3 വ്യക്തികളുടെയും പൊതുപ്രവർത്തനമാണ്. അപ്പൊ പിതാവിന്റെ വില്ല് ഒരു കോടാനുകോടിയിലൊരു അംശം പോലും വ്യത്യാസം വരാത്ത രീതിയിൽ പുത്രനും പരിശുദ്ധാത്മാവും സ്വീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പുത്രന്റെ വില്ല് പിതാവിന്റെ വില്ലായി മാറ്റുകയാണ്. പുത്രനും പരിശുദ്ധാത്മാവും പൂർണ്ണമായിട്ടും തങ്ങളുടെ വില്ലിനെ ശൂന്യവൽക്കരിച്ച് പിതാവിന്റെ വില്ലായി മാറുകയാണ്. അപ്പൊ യഹോവയുടെ വില്ലെന്ന് പറഞ്ഞാൽ ആരുടെ വില്ലാണ്? പിതാവിന്റെ വില്ലാണ്. വചനത്തിന്റെ വില്ലല്ല, പരിശുദ്ധാത്മാവിന്റെ വില്ലല്ല. എന്നാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും വില്ലാണ്. കാരണം ഈ 3 പേർക്ക് ഒരൊറ്റ വില്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പിതാവിന്റെ വില്ലായിട്ട് പുത്രന്റെ വില്ലും പരിശുദ്ധാത്മാവിന്റെ വില്ലും മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ദൈവീക രക്ഷാകൃതി മുഴുവൻ 3 വ്യക്തികളുടെയും പൊതുപ്രവർത്തനമാണ്. പരിശുദ്ധത്തിന് ഒരേ ഒരു പ്രകൃതി മാത്രമാണുള്ളത്, ഒരേ ഒരു പ്രവർത്തനം. അപ്പൊ ഒരേ ഒരു പ്രവർത്തനം എന്നാണ് ആകുന്നത്? ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. പിതാവ് ഒരു ചക്ക ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ പുത്രൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ്. പുത്രൻ എന്താകുന്നു? പുത്രനിലൂടെയാണ് ഈ ചക്ക ഉണ്ടാകുന്നത്. പുത്രൻ പറയാണ് ഞാൻ ചക്ക ഉണ്ടാക്കുന്നില്ല, മാങ്ങയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് 2 വില്ലായി മാറും. പക്ഷെ പിതാവ് എന്തെല്ലാം തീരുമാനിക്കുന്നു അതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ, ഒരു ചേഞ്ചും ഇല്ലാതെ പുത്രൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെയാണ്. ഇതിനൊക്കെ വചനം ബൈബിളിലുണ്ട് കേട്ടോ. എല്ലാം ഞാൻ തരാം വേണമെങ്കിൽ, പിന്നീട്. ഇപ്പം വേണേലും തരാൻ പറ്റും. താങ്ക് യു. അപ്പൊ നമ്മൾ കുറെ ദൂരം മുന്നോട്ട് പോന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് തുടങ്ങിയതിനേക്കാളും വലിയ കൺഫ്യൂഷനിലാണ് ഇപ്പം വന്ന് നിൽക്കുന്നത്. കാരണം ഇപ്പൊ യഹോവയുടെ ബില്ലാണ് ഫാദറിന്റെ ബില്ല്, ഹോളി സ്പിരിറ്റിന്റെ ബില്ല് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ വീണ്ടും ഈ യഹോവ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണോ? ആ ചോദ്യം വളരെ വളരെ ഡേഞ്ചറസ് ആയ ഒരു ചോദ്യമാണ്. ഇപ്പൊ യഹോവ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ 3 വ്യക്തികൾ ഉണ്ടോ എന്ന് താങ്കൾ ചോദിക്കും. അതിനാ ഞാനിവിടെ ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ത്രിയേകത്വം എന്ന് പറയുന്നത്. ദൈവം എന്നുള്ള അർത്ഥത്തിൽ ഒറ്റ വ്യക്തിയേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൽ ഉപസ്ഥിതിയിൽ 3 വ്യക്തികൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ
നമുക്ക് പറയാം. അതുകൊണ്ടാണ് പരിശുദ്ധ ത്രിത്വത്തിന് ഒരു പ്രകൃതി മാത്രം ഉള്ളതുപോലെ ഒരു പ്രവർത്തനം ഉള്ളൂ എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ആ പറഞ്ഞതിന് ഒത്തിരി എക്സാക്റ്റ് എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ തിയോളജിക്കലി എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചിലപ്പം തിയോളജിക്കലി ഒരു കാത്തലിക് തിയോളജിയുടെ വേർഡ് അനുസരിച്ച് ചിലപ്പം തെറ്റായിരിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: ഒരു വ്യക്തിയിൽ ഉപസ്ഥിതിയിൽ 3 വ്യക്തികൾ നിലനിൽക്കുന്നു ഒക്കെ വേണേൽ നമുക്ക് പറയാം. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ദൈവം ഒരു വ്യക്തിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സാധാരണക്കാരൻ ചോദിക്കുകയാണ്, ഗോഡ് ഈസ് എ പേഴ്സൺ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് വേണ്ടി പറയണം. പക്ഷെ ആ ഒരു വ്യക്തി എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ 3 വ്യക്തികൾ ചേർന്ന് ഒരു വ്യക്തി രൂപപ്പെട്ടു എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെയൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷനുകളുണ്ട്. അതുകൊണ്ട് ശിവ പാസ്റ്ററെ ഇതിന് യഹോവ ഒരു വ്യക്തിയാണോ ഒരു പ്രസ്ഥാനമാണോ എന്ന് ഇപ്പൊ ചോദിക്കേണ്ടി വരും. ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരും. ആ ചോദ്യം എന്തായാലും നല്ലൊരു ചോദ്യമാണ്. അതിനെ എക്സാക്ട് തിയോളജിക്കലി എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതെന്ന് ഞാൻ പഠിച്ചിട്ട് എങ്ങനെയാണ് അതിന് മറുപടി തരേണ്ടതെന്ന് ഞാനൊന്ന് പഠിച്ചതിന് ശേഷം മറുപടി തരാം. അതായിക്കോട്ടെ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വില്ലും നോളജും പവറും, അതായത് ഇച്ഛ, ജ്ഞാനം, ശക്തി, ഇത് Yes. 3 ചേരുമ്പോൾ ദൈവമാകുന്നു എന്ന് ട്രിനിറ്റി എന്ന് പറയുമ്പോൾ അത് പാർഷ്യലിസം എന്ന ട്രിനിറ്റേറിയൻ ഹെരസിയാണ്. പാർഷ്യലിസം എന്ന് പറഞ്ഞാൽ ഈ 3 പാർട്ടുകൾ ചേർന്ന് ട്രിനിറ്റി ഉണ്ടാകുന്നു, അല്ലെ ദൈവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം ഫാദർ എന്ന് പറഞ്ഞാൽ വില്ലാണെന്നും, സൺ എന്ന് പറഞ്ഞാൽ നോളജ് ആണെന്നും, ഹോളി സ്പിരിറ്റ് എന്നാൽ പവർ ആണ്, ആക്റ്റീവ് ഫോഴ്സ് ആണെന്നും പറഞ്ഞു കഴിയുമ്പോൾ ഫാദർ അലോൺ ഹാസ് നോ പവർ, ഫാദർ അലോൺ ഹാസ് നോ നോളജ്. അപ്പൊ സണ്ണിനെ കൂടാതെ പിതാവ് പൊട്ടനാന്ന് പറയേണ്ടി വരും. കാരണം സണ്ണാണ് നോളജ്. സണ്ണും കൂടെ വരുമ്പോഴാണ് നോളജ് ഉള്ള ഫാദർ ഉണ്ടാകുന്നത്. അപ്പൊ സണ്ണും ഫാദറും സണ്ണും കൂടെ ഇരുന്നാലും പവർ ഇല്ല, കാരണം അവരിങ്ങനെ തളർന്നു കിടക്കത്തേ ഉള്ളൂ. അപ്പം ഫാദർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇച്ഛകളുണ്ട്. പക്ഷെ ആ ഇച്ഛ എങ്ങനെ നടക്കണം എന്നുള്ള ഒരു രൂപവും അറിവില്ല. സണ്ണ് വരുമ്പോൾ നോളജ് വരുന്നു, പക്ഷെ നോളജ് ഉണ്ട്, ഇച്ഛയുണ്ട്, പക്ഷെ നടപ്പാക്കാനുള്ള കരുത്തില്ല. അത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് വരുന്നത്. അത് പരിശുദ്ധാത്മാവ് ഫോഴ്സ് ആണ്. ഇത് ആദിമ കാലഘട്ടത്തിലുണ്ടായ ഒരു പാർഷ്യലിസം എന്ന ഒരു ട്രിനിറ്റേറിയൻ ഹെരസിയാണ്. ഞാൻ പറഞ്ഞത് സമാന സത്താവാദം എന്നൊക്കെ ഡിസംബ്രദർ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞത് പ്യുവറായിട്ടുള്ള പൗരസ്ത്യ തൃത്വ ദർശനമാണ് ഞാൻ പറഞ്ഞത്. ഈ താഴെ ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇങ്ങനെ ഒരു സീറ്റേ വന്നിരുന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല. ഡിസംബ്രദർ ഇവിടെ ഇരുന്ന് ഈ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ അത് ഈസിയാണെന്ന് നിങ്ങൾ കരുതരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്ന് ഇരുന്ന് നോക്കാം. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ട്രിനിറ്റേറിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് വിശദീകരണമുണ്ട്. ഇന്നത്തെ സെഷൻ അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ 3 കൂടെ ചേരുമ്പോഴാണ് ട്രിനിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ അത് പാർഷ്യലിസം ആണ്. ഇനി ടിസൺ ഉദ്ദേശിച്ചത് പാർഷ്യലിസം അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് പാർഷ്യലിസം ആകുന്നില്ലെന്ന് വേണമെങ്കിൽ താങ്കൾക്ക് വിശദീകരിക്കാം. കാരണം ഇന്ന് താങ്കളുടെ ഇത് താങ്കൾ സമാന സത്താവാദത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ വരുന്ന ഒരു മണ്ടത്തരമാണ് താങ്കൾ ഇവിടെ പറഞ്ഞത്. കാരണം ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരിക്കലും ഹോളി ട്രിനിറ്റി ഒരിക്കലും സെപ്പറേറ്റ് ആയി പോകത്തില്ല. സെപ്പറേറ്റ് ആയാൽ താങ്കൾ പറഞ്ഞ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഷിബു പാസ്റ്റർ എന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഷിബു പാസ്റ്ററിന് ജ്ഞാനമുണ്ട്, ഷിബു പാസ്റ്ററിന് ഫ്രീ വില്ലുണ്ട്, ഷിബു പാസ്റ്ററിന് ശക്തിയുണ്ട്. അപ്പൊ ഷിബു പാസ്റ്റർ ജ്ഞാനം എടുത്തു മാറ്റിയാൽ പിന്നെ ഷിബു പാസ്റ്റർ ഇല്ല, യു എൻഡ്. അപ്പം ഗോഡ് എന്ന് പറഞ്ഞാൽ, യഹോവ എന്ന് പറഞ്ഞാൽ, യഹോവയ്ക്ക് ജ്ഞാനവുമുണ്ട്, യഹോവയ്ക്ക് ശക്തിയുമുണ്ട്. അപ്പം താങ്കൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിനെ 3നെ എടുത്ത് മാറ്റി സമാന സത്താവാദം ഉപയോഗിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇത് 3ഉം കൂടെ ചേരുന്നതാണ് യഹോവയെന്നും ഞാൻ പാർഷ്യലിസം പറഞ്ഞു എന്ന് ഹെരസി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ ഈ സമാന സത്താവാദം എന്ന നിലപാടിൽ നിന്നങ്ങ് മാറിക്കഴിഞ്ഞാൽ താങ്കൾക്ക് ഞാൻ പറയുന്നങ്ങ് മനസ്സിലാവും. അപ്പം ദൈവിക സത്തയുടെ കോടാനുകോടി ഒരു അംശത്തിലും ദൈവത്തിന്റെ ഉപസ്ഥിതിയിൽ ദൈവത്തിന്റെ ജ്ഞാനവുമുണ്ട്, ദൈവത്തിന്റെ ശക്തിയുമുണ്ട്, ദൈവത്തിന്റെ വില്ലുമുണ്ട്. അതൊരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശക്തി ദൈവത്തിന് ഇല്ലെങ്കിൽ ദൈവം തളർന്നു കിടക്കും എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. ഇത് താങ്കൾ ഈ യഹോവയെയും ഹോളി ട്രിനിറ്റിയെയും രണ്ടാക്കാനുള്ള താങ്കളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. യഹോവ തന്നെയാണ് ട്രിനിറ്റി. യഹോവയിൽ നിന്ന് വചനത്തെ എടുത്തു മാറ്റുക എന്നത് ഇമ്പോസിബിൾ ആണ്. അത് ഒരിക്കലും അൺസപ്പറേബിൾ ആണ്. താങ്കളിൽ നിന്ന് താങ്കളുടെ
അറിവിനെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ താങ്കളില്ല, താങ്കൾ ശൂന്യതയിൽ ഇല്ലാണ്ടായി. കാരണം താങ്കൾ മറ്റൊന്നായി മാറി. അപ്പൊ ദൈവത്തിന് എന്തുണ്ട്? ദൈവിക ജ്ഞാനമുണ്ട്, ദൈവത്തിന് ദൈവിക ശക്തിയുണ്ട്, ദൈവത്തിന് ദൈവത്തിന്റെ ഇച്ഛയുണ്ട്. ഇതൊരൊറ്റ ദൈവത്തിന്, സത്തയിൽ ഒറ്റ ദൈവമായ യഹോവയുടെ ഇതാണ്. അപ്പം അതിനെ ആ അർത്ഥത്തിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ഈ സെന്റൻസ് ഒരു ഹോളി ട്രിനിറ്റിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി ഫസ്റ്റ് നിൽക്കേണ്ടത് ട്രിനിറ്റിയിലല്ല. അതുകൊണ്ടാണ് ത്രിത്വമേകമാകുന്നു നമ്മൾ വിശ്വസിക്കുന്ന 3 ദൈവങ്ങളിലല്ല, 3 വ്യക്തികളായ ഏക ദൈവത്തിൽ ഏക സത്തയോടുകൂടിയ ത്രിത്വത്തിലാണ്. അപ്പൊ ഏക ദൈവം ഏക സത്ത എന്ന സ്റ്റാൻഡിൽ നിന്ന് വേണം 3 വ്യക്തികളെ മനസ്സിലാക്കാൻ. അല്ലാതെ 3 വ്യക്തികളെ മനസ്സിലാക്കിയിട്ട് ഏകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് താങ്കൾ എന്നെക്കെതിരെ പാർഷ്യലിസം ആരോപിക്കുന്നതും സമാധാന സത്താവാദം എന്ന ഭൂലോക ഹെരസി പറയുന്നത്. താങ്ക് യു. അല്ല, ഇവിടെ എന്ന് പറഞ്ഞ ഇത് ഇവിടെ ഒരു സംവാദമല്ല നടക്കുന്നത്. ഇത് ദിസ് ഈസ് യുവർ ഡേ. അപ്പൊ ഡിസംബറിന് ഇഷ്ടം പോലെ സമയമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടെ ആശയങ്ങൾ വിശദീകരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു ഫ്രിക്ഷനും ഇല്ല, ഒരു പ്രഷറും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടിട്ട് അതിന് നിങ്ങൾ ടൈം എടുത്ത് നിങ്ങളുടെ വിശദീകരണം പറഞ്ഞു. അപ്പം അല്ലാതെ ഇവിടെ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും നമ്മൾ ചെലുത്തുന്നില്ല. അപ്പൊ ഇവിടെ യഹോവയെ പറ്റിയാണ് താങ്കൾ വീണ്ടും വാചാലമാകുന്നത്. അപ്പൊ എന്റേതായ യഹോവയെ സംബന്ധിക്കുന്ന ആശയങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ യഹോവയെ സംബന്ധിക്കുന്ന താങ്കളുടെ ആശയമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ യഹോവയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ യഹോവ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ താങ്കൾ അത് പെൻഡിങ് വെച്ചു, പിന്നെ പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഇനി അടുത്ത എന്റെ ചോദ്യം, ഈ യഹോവ പിതാവാണോ അതോ യഹോവയിൽ പിതാവുണ്ടെന്നാണോ സ്റ്റാൻഡ്? അല്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. യഹോവ എന്നത് ഏക ദൈവത്തിന്റെ പേരാണ്. സത്തയിൽ ഒറ്റ ദൈവമേ ഞങ്ങൾക്കുള്ളൂ, 3 ദൈവങ്ങളില്ല. എന്നാൽ വ്യക്തി എന്ന നിലയിൽ യഹോവ എന്ന സത്തയിൽ ഏകമായ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. അതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ യഹോവയിൽ പിതാവ് ഉണ്ടോ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്. നിങ്ങളുണ്ട്, യഹോവയിൽ പിതാവുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പേര് യഹോവ എന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും യഹോവ എന്ന പേരിന് അർഹരാണെന്നും ഞാൻ പറഞ്ഞത്. അപ്പൊ താങ്കൾ ഇവിടെ ഇതിനകത്തുള്ള താങ്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ പറയുന്നത്, താങ്കൾക്ക് ശരിയായ അർത്ഥത്തിൽ ട്രീറ്റ് ഇതുവരെ ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. ഡിസംബർ താങ്കൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. മോഡറേറ്റർ എന്തോ പറഞ്ഞോ, ഞങ്ങൾ തുടർന്നു. അല്ല, ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ. അപ്പൊ എനിക്ക് ട്രിനിറ്റി ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു സെഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു സ്കൂളിലോട്ട് വരുന്ന വിദ്യാർത്ഥിയോട് അധ്യാപകൻ എടാ നീ പൊട്ടനാടാ നിനക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ സ്റ്റുഡന്റ് എന്തിനാ അങ്ങോട്ട് വന്നേ? അപ്പൊ അങ്ങനെ പറയല്ലേ. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന 185 പേര് താഴെ ഇരിപ്പുണ്ട്, ഞാൻ മുകളിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങള് എല്ലാവരുമാണ് പഠിക്കുന്നത്. അപ്പൊ ഡിസംബർ ഇവിടെ ഈ കഴിഞ്ഞ നാളുകളിൽ യഹോവയെ സംബന്ധിക്കുന്ന ഒരുപാട് ക്ലെയിംസ് വെച്ചു, ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും സ്വതന്ത്രമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഈ യഹോവ ട്രിനിറ്റി ആണ് എന്ന് താങ്കൾ പറഞ്ഞു, പിന്നെ പറഞ്ഞു പേരാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ചോദ്യമാണ്. യഹോവ എന്നത് പേരാണോ? ഇപ്പം ഈർക്കിലി 100 ഈർക്കിലി ചുറ്റിക്കെട്ടുമ്പോൾ അത് ഈർക്കിലി ആണേലും അത് ഒരുമിച്ച് കെട്ടുമ്പോൾ അതിന് ചൂലെന്ന് പേര് വരും. അതുപോലെ ചൂലാണോ അതുപോലെ ഒരു ചൂല് എന്ന് പറയുന്ന പോലെയാണോ യഹോവ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്നിരിക്കുമ്പം അതിനെ വിളിക്കുന്ന ഒരു പേരാണോ യഹോവ? ഒരു പേരാണോ യഹോവ, അതോ യഹോവ ഒരു വ്യക്തിയാണോ? ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അതിനകത്ത് ഒരു വലിയ ക്രുക്കഡായ ഒരു ആശയം കൂടെ തിരികെ കയറ്റിയിട്ടാണ്. ഒന്ന് ശിവ് പാസ്റ്ററെ, നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആധികാരികമായിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പം താങ്കൾക്ക് ട്രിനിറ്റി മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് താങ്കളെ അപമാനിക്കാൻ വേണ്ടിയല്ല, എന്റെ ഹൃദയത്തിൽ നിന്ന്. എനിക്കത് പ്രശ്നമല്ല, ഞാൻ ഇവിടെ ഒന്നും പ്രതികരിച്ചില്ലല്ലോ. പിന്നെ നിങ്ങൾ ഇതിനെ കമന്റ് പോകാൻ നോക്കുന്നത്? ഇവിടെ പറഞ്ഞാൽ മതി, കമന്റിൽ എന്തെങ്കിലും ആളുകൾ കുറച്ച് വളരെ വൃത്തികെട്ട രീതിയിൽ പറയുന്ന ഈ പെന്തോളെ റിമൂവ് അടിക്കാം. നമുക്കൊരു ഇന്റർവെല്, ഒരു 5 മിനിറ്റ് ബ്രേക്ക്. നിങ്ങൾ 5 മിനിറ്റ് കമന്റിലുള്ളവരെ ചീത്ത വിളിച്ചു, ഞാൻ അടങ്ങിയിരിക്കാം. വൃത്തികേട് ചെയ്യുന്ന ഈ പെന്തോളെ റിമൂവ് അടിക്കണം.
കാരണം ഇവന്മാർ ഇതൊന്നും കേൾക്കാൻ അർഹരല്ല, ഇവർക്ക് കേട്ടാൽ ഒട്ടും തെറ്റുമില്ല, ചുമ്മാ ഇരുന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. സെക്ഷൻ വിട്ടുപോയി. ഇപ്പോൾ താങ്കൾ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. യഹോവ എന്നത് പേരാണോ? ഇപ്പം ഈർക്കിലി എന്ന് പറയുന്നത് ഒരു നേച്ചറിന്റെ പേരാണ്. എന്ന് പറഞ്ഞാൽ ഈർക്കിലി എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പേരാണ്. അത് അനേകം ഈർക്കിലികൾ ഉണ്ടാവും, പക്ഷെ അനേകം ചൂലുകളും ഉണ്ടാവും. നമ്മൾ ഒരു ഈർക്കിലിക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. അതിനകത്ത് ഒരു പാത്രത്തിന് മോണിക്ക എന്ന് പേരിട്ടിരിക്കുകയാണ്. ഒരു പാത്രത്തിന് മോണിക്ക എന്ന് പേരിട്ടിരിക്കുകയാണ്. അല്ല, അതൊരു നല്ലൊരു ഉദാഹരണമാണ്. അത് പടത്തിൽ അങ്ങനെയല്ല, ഒരു കടലിൽ കൂടെ ആയി പോകുന്ന ടോം ഹാൻസിന്റെ ഒരു പടമാണ്. ഒരു തേങ്ങ അവൻ ഒരു ഐലൻഡിൽ പെട്ടുപോവുകയും കുറെ വർഷം ജീവിക്കുകയും ചെയ്തിട്ട് മനുഷ്യരെ കാണാത്തപ്പോൾ അവൻ ഒരു തേങ്ങയുടെ ഒരു തൊണ്ടിനെ എടുത്ത് പേരിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. ആ തൊണ്ട് ഒരു തൊണ്ടാണ്, പക്ഷെ അവൻ അതിനൊരു പേരിട്ടു. എന്താണ്? ഒരു രോഹിണി എന്ന് പേരിട്ടെന്ന് വിചാരിക്കുക, രോഹിണി. അപ്പൊ യഹോവ എന്നത് അതിൽ ആ മീനിങ്ങിന്, ആ പേരിന് വലിയ അർത്ഥമുള്ളതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത് ഡീപ്പായ അർത്ഥമാണെങ്കിൽ പോലും യഹോവ എന്നത് ഒരു സത്തയുടെ പേരാണ്. അനേകം സത്തകളുടെ പേരല്ല, ഒരൊറ്റ സത്തയുടെ പേരാണ് യഹോവ. ഗോഡിന്റെ നെയിമാണ് ബൈബിൾ അനുസരിച്ച് യഹോവ എന്ന് പറയുന്നത്. ഇതാണ് അതിനുള്ള മറുപടി. ഓക്കെ, അപ്പം ഗോഡിന്റെ സത്തയുടെ പേരാണ് യഹോവ. ഒരു ചെറിയ ക്ലാരിറ്റി പ്രശ്നമുണ്ട്. ക്ലാരിറ്റി പ്രശ്നമുണ്ട്, അതൊന്ന് ക്ലാരിറ്റി ചെയ്തേക്കാം. അതാണ്, ഈ ടീസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഷിബു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, അനിമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മളുടെ മനുഷ്യത്വത്തിന്റെ പേരാണ് മനുഷ്യൻ എന്നുള്ളത്. പക്ഷെ ഷിബു എന്ന മനുഷ്യ സത്തയുടെ പേരാണ്, അല്ലെങ്കിൽ ഷിബു എന്ന പേര് ഒരേ സ്വഭാവമുള്ള അനേകം മനുഷ്യത്വം എന്ന സത്തയിലുള്ള ഒരൊറ്റ സത്തയുടെ പേരാണ് ഷിബു എന്ന് പറയുന്നത്. അപ്പൊ അതേപോലത്തെ മറ്റൊരു സത്തയായ എൻ്റെ പേര് ടിസൺ എന്നാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ദൈവം എന്നത് ഒരൊറ്റ സത്ത മാത്രമാണ്, 100 സത്തയൊന്നുമില്ല. നമുക്ക് ഷിബു എന്ന മനുഷ്യൻ, ടിസൺ എന്ന മനുഷ്യൻ എന്ന് പറയുന്ന പോലെ പല സത്തകളില്ല, ഒറ്റ സത്തയേ ഉള്ളൂ, ദൈവം ഏകമാണ്. ആ സത്തയുടെ റിയൽ നെയിമാണ് YHWH എന്നുള്ളത്. അത് മനുഷ്യത്വം എന്ന അർത്ഥത്തിൽ, ഗോഡ്നെസ് എന്നുള്ള അർത്ഥത്തിലല്ല. ആ ഗോഡ്നെസ്സിന് ഒരു പേരിട്ടാൽ ആ പേരെന്താണോ അതാണ് യഹോവ. ക്ലിയർ ആയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഷിബു പാസ്റ്ററും ടിസനും അനിമോനും ഒരേ സത്തയിലുള്ള, മനുഷ്യത്വം എന്ന് പറയുന്ന സത്തയിലുള്ള ആളുകളാണ്. പക്ഷെ ഷിബു പാസ്റ്ററിന്റെ പേര് ഷിബു എന്നാണ്, എൻ്റെ പേര് ടിസൺ എന്നാണ്. നമ്മൾ സമാന സത്തയുള്ള വ്യത്യസ്തമായ വ്യക്തികളിൽ ഒരു വ്യക്തിയുടെ പേര് ഷിബു എന്നും ഒരു വ്യക്തിയുടെ പേര് ടിസൺ എന്നുമാണ്. എന്നാൽ ഇവിടെ യഹോവ എന്ന പേര് സമാന സത്തയുള്ള അനേകം വ്യക്തികളിൽ അല്ലെങ്കിൽ അനേകം സത്തകളില്ല, ഒരൊറ്റ സത്തയേ ഉള്ളൂ, ഗോഡ് എന്ന സത്ത. ആ സത്തയുടെ പേരാണ് യാഹ്വേ. ഓക്കെ, അപ്പം ഊസിയായുടെ പേരാണ് യാഹ്വേ. 3 ഹൈപ്പോസ്റ്റാസിസ് ഉണ്ട്. ഹൈപ്പോസ്റ്റാസിന്റെ പേരല്ല യാഹ്വേ, ഊസിയായുടെ പേരാണ്, അല്ലെങ്കിൽ സത്തയുടെ പേരാണ് യാഹ്വേ. ആ സത്തയിലുള്ള ഉപസ്ഥിതികളുടെ പേരല്ല. അങ്ങനെയല്ലേ പറഞ്ഞേ? നല്ല ചോദ്യം എന്റെ മാസ്റ്റർ. ഓക്കെ, ഒരു ഇഷ്ടപ്പെട്ട എനിക്ക് ആ ചോദ്യം. താങ്കൾ ആദ്യം മനസ്സിലാക്കുക, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒറ്റ സത്തയാണ് ഷെയർ ചെയ്യുന്നത്. അവർക്ക് മൂന്ന് സത്തകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതല്ല. അതുകൊണ്ട് പുത്രന് യഹോവ എന്ന പേരിന് അർഹനാണ്. സത്താപരമായി പുത്രനും യഹോവയാണ്, സത്താപരമായി പരിശുദ്ധാത്മാവുകയാണ്, പിതാവായ ദൈവം യഹോവയാണ്. എന്നാൽ വ്യക്തി എന്ന നിലയിൽ അവർക്ക് പേര് വ്യത്യാസമുണ്ട്. പിതാവായ ദൈവം, വചനമാകുന്ന ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. അപ്പം നിങ്ങൾ സത്തയുടെ കണ്ണിലൂടെ പുത്രനെ നോക്കി നിങ്ങൾ വിളിക്കേണ്ടത് യഹോവ എന്ന് തന്നെയാണ്. സത്തയുടെ കണ്ണിലൂടെ പരിശുദ്ധാത്മാവിനെ നോക്കിയും പിതാവായ ദൈവത്തെ നോക്കി യഹോവ എന്ന് തന്നെയാണ്, വേറെ പേരൊന്നുമില്ല. എന്നാൽ വ്യക്തി എന്ന അർത്ഥത്തിൽ നിങ്ങൾ വചനമാകുന്ന ദൈവത്തെ ലോഗോസ് എന്ന് വിളിക്കണം, ദൈവത്തിന്റെ ഇച്ഛയെ അല്ലെങ്കിൽ പിതാവ് എന്ന് വിളിക്കണം, ദൈവത്തിന്റെ ശക്തിയെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കണം. ഇത്രേ ഉള്ളൂ. ഓക്കെ,
അത് മനസ്സിലായി. അപ്പൊ ഇവിടെ യഹോവ ഒരു വ്യക്തിയല്ല എന്ന് ടിസം ബ്രദർ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ശരിയല്ലേ? അതായത് പിതാവും അല്ല പുത്രനും ബ്രദറെ, അത് അല്ല, ഞാൻ ഒരു സെക്കൻഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഷെയർ ചെയ്യുന്ന സത്തയുടെ പേരാണ് യഹോവ എന്ന് പറഞ്ഞതിലൂടെ യഹോവ എന്നത് ഒരു വ്യക്തിയല്ല, സത്തയാണ്. ശരിയല്ലേ? യഹോവ ഒരു സത്തയാണ്, ദൈവത്തിന്റെ ഉസിയയാണ് യഹോവ. പക്ഷെ ആ സത്തയ്ക്ക് വ്യക്തിയല്ല എന്ന് താങ്കൾ പറഞ്ഞാൽ ആ ഒരു സത്ത എന്ന് പറഞ്ഞാൽ ഒരു ചത്ത് കിടക്കുന്ന, മരച്ചു കിടക്കുന്ന, ഒരു ശക്തിയും ഇല്ലാത്ത ഒരു സാധനം എന്നുള്ള അർത്ഥത്തിലായി പോകും. ഞാനത് താങ്കൾ ഈ പറഞ്ഞ ചോദ്യത്തെ ഞാൻ ആ രീതിയിൽ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം അതിനെ എങ്ങനെയാണ് ഒരു വലിയ തിയോളജിക്കൽ എററുകൾ ഇല്ലാതെ സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്നതെന്ന് എനിക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇനി ഞാൻ ഇതിന് താങ്കളുടെ മുൻകുറിയായിട്ട് വന്ന ഒരാളുടെ അനുഭവം ഞാൻ പറയും. ബഹുമാന്യനായ അനിൽ കൊടുത്തോട്ടം നമ്മളെ സെബാസ്റ്റ്യൻ പുന്നക്കലുമായിട്ട് നടത്തിയൊരു ചർച്ചയിൽ ഇതേ ചോദ്യം സെബാസ്റ്റ്യൻ പുന്നക്കൽ ചോദിച്ചു. ഈ സത്ത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണോ? യാതൊരു സങ്കോചവും ഇല്ലാതെ, ഒരു സംശയവുമില്ലാതെ ബഹുമാനായ അനിൽ കൊടുത്തോട്ടം പറഞ്ഞു, സത്ത ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ചിന്താശൂന്യമായ നടപടിയായി പോയെന്ന് പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തിരുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ സെബാസ്റ്റ്യൻ പുന്നക്കൽ ചോദിക്കുന്നുണ്ട്, പിതാവ് ഒരു വ്യക്തിയാണ്, പുത്രൻ ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മ ഒരു വ്യക്തിയാണ്. അത് ഈ കൊടുത്തോട്ടം സമ്മതിച്ചു. അപ്പൊ സത്തയും ഒരു വ്യക്തിയാണല്ലേ എന്ന് ചോദിച്ചാൽ, അതെ. അപ്പൊ 4 വ്യക്തികളായില്ലേ ആകെ എന്ന് ചോദിച്ചപ്പോ, ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ നടക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് ശ്രീമാൻ കൊടുത്തോട്ടം അതിൽ നിന്ന് തടി ഊരി. അപ്പൊ അതുകൊണ്ട് താങ്കൾ ഈ താങ്കളുടെ ഈ കെണിയിൽ ഞാൻ വീണില്ലല്ലോ. വീണോ? ഞാനാണ് എന്റെ അറിവില്ലായ്മ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഓക്കെ, താങ്കൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ ഞാൻ നിലവിൽ MSc പഠിച്ചിട്ടുള്ളൂ. ഡോക്ടറേറ്റ് എടുത്തിട്ട് വന്ന് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നതായിരിക്കും ഈ സ്കൂളിൽ. ഇനി നിലവിൽ മാഷ് അത്രയും വലിയ ചോദ്യത്തെ കെണിയിൽ വീഴാതെ അഡ്രസ് ചെയ്യാൻ മാത്രമുള്ള നോളജിൽ എത്തിയിട്ടില്ല. ഓക്കെ, താങ്ക് യു. താങ്കൾക്ക് വേണ്ടി ഞാനൊരു കെണി വെച്ചതല്ല. കാരണം സെബാസ്റ്റ്യൻ പുന്നക്കല് കൊടിത്തോട്ടത്തിന് വെച്ചത് കെണിയായിരുന്നു, അദ്ദേഹം വീണു. ഇത് കെണിയല്ല. കാരണം അത് തന്ത്രപൂർവ്വം പുള്ളി പെട്ടെന്ന് ചോദിച്ചപ്പം പുള്ളിക്ക് ഒരു ചിന്താക്കുഴപ്പം വന്നു. ഇത് കെണിയല്ലല്ലോ, കാരണം ഇത് നമ്മൾ യഹോവയെ പറ്റിയല്ലേ ചർച്ച ചെയ്യുന്നത്. അപ്പൊ പിന്നെ യഹോവ ആരാണ്? യഹോവ എന്നത് ബ്രദറെ, ഞാനിതൊന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. അതിനെങ്ങനെയാണ് സാധാരണക്കാരുടെ ഭാഷയിൽ വളരെ ലളിതമായിട്ട് അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെയുള്ള ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് ഞാൻ പറയും. ഒരു കാരണവശാലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തില്ല. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് എന്നെ കൊണ്ട് പറയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റുപറ്റാൻ ചില കെണികൾ ഉള്ളത് കൊണ്ട് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം പറയുമ്പം താങ്കളോട് മാത്രമാണെങ്കിൽ എനിക്ക് പറയാം. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നിട്ട് ശിവപാസ്റ്ററെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതി. അതല്ലല്ലോ, ഇത് ഇത്രയും ആളുകൾ ഇവിടെ കേട്ടോണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇത് നാളെ യൂട്യൂബിലൊക്കെ കയറുന്നതാണ്. അപ്പം കുറേം കൂടെയൊക്കെ ക്ലാരിറ്റി ഇതിനകത്ത് വരണം. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ദൈവശാസ്ത്ര നിപുണൻ എന്ന വിഖ്യാതനായ വിശുദ്ധ ഗ്രിഗറി നസ്രിയ ആസൻ ത്രിത്വത്തിലുള്ള വിശ്വാസത്തിന്റെ സംഗ്രഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ ജ്ഞാന ആർത്തികൾക്ക് വിവരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാത്തിലും ഉപരിയായി ഒരു വിശ്വാസ നിക്ഷേപം പരീക്ഷിക്കുവിൻ. ഈ വിശ്വാസ നിക്ഷേപത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, സമരം ചെയ്യുന്നത്. ഇതിനെ തന്റെ സഹചാരികളായി കൊണ്ടു നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദുരിതങ്ങളും സഹിക്കുവാനും സർവ്വ സന്തോഷങ്ങളും ത്യജിക്കുവാനും എന്നെ ശക്തമായതാണ് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസ പ്രഖ്യാപനം. ഇത് ഞാൻ നിന്നെ ഇന്ന് ഏൽപ്പിക്കുകയാണ്. ഈ വിശ്വാസ പ്രഖ്യാപനത്തോടെ ഞാൻ ഉടനെ തന്നെ നിന്നെ വെള്ളത്തിൽ മുക്കുവാനും വെള്ളത്തിൽ നിന്ന് ഉയർത്തുവാനും പോവുകയാണ്. നിന്റെ ജീവിതം മുഴുവന്റെയും സഹചാരിയും രക്ഷാധീര്യം ഈ വിശ്വാസം നിനക്ക് ഞാൻ ഭാരമേൽപ്പിക്കുന്നു. 3 വ്യക്തികളായിരിക്കുന്ന ഒരു ദൈവിക പ്രകൃതിയിലും ശക്തിയിലുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 3 വ്യക്തികളെയും വ്യതിരിക്ത രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. സത്തയുടെയോ പ്രകൃതിയുടെയോ കാര്യത്തിൽ യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാത്തതാണ് ഈ ദൈവിക പ്രകൃതി. ഉയർച്ചയ്ക്ക് നിദാനമായ ശ്രേഷ്ഠ നിലയോ താഴ്ചയ്ക്ക് നിദാനമായ അധോ നിലയോ ഇവിടെയില്ല. ഈ 3 വ്യക്തികളുടെ അനന്തമായ ഐക്യമാണിത്. വ്യതിരക്തമായി പരിഗണിക്കുമ്പോൾ ഓരോ വ്യക്തിയും ദൈവമാണ്. ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ദൈവം ത്രിയേകമാണ്. ഞാൻ ഏക ദൈവത്തെ പറ്റി ചിന്തിക്കുവാൻ തുടങ്ങുമ്പോഴൊക്കെ 3 ദൈവിക വ്യക്തികളും എന്നെ തേജസ് കൊണ്ട് വലയം ചെയ്യുന്നു. ഞാൻ മൂവരെയും പറ്റി ചിന്തിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഏക ദൈവത്തിലേക്ക് എന്നെ നയിക്കുന്നു. അപ്പൊ ഇവിടെ വിശുദ്ധ ഗ്രിഗറി
ഏക ദൈവം വ്യക്തിയാണ് എന്ന് പറയാതെ തൻ്റെ വിശ്വാസം പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ വിഷയം എനിക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അല്ലാതെ ദൈവം വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് സഭ അതിനെ പഠിപ്പിക്കുന്നതെന്ന് കുറച്ചും കൂടെ വിശദമായിട്ട് എനിക്കൊരു ഉത്തരവുണ്ട്. അപ്പൊ ചർച്ചയുടെ ആരംഭത്തിൽ താങ്കൾ എന്നിൽ ആരോപിച്ച സമാന സത്ത, സമാന തൃത്വം എന്നൊക്കെ താങ്കൾ പറഞ്ഞ അതേ സാധനമല്ലേ ഇപ്പൊ ഗ്രിഗോറിയോസ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചത്? അപ്പൊ ഗ്രിഗോറിയോസ് എഴുതിയിരിക്കുന്നത് വായിക്കുന്നത് താങ്കൾ എന്നിൽ കുറ്റം ആരോപിച്ച ഹെരറ്റിക്കലാണ് എന്ന് പറഞ്ഞ അതേ തൃത്വബോധ്യമാണ് ഇപ്പോ നൈസിയാൻസിലെ ഗ്രിഗോറിയോസിന്റെ ട്രിനിറ്റേറിയൻ ഗ്രാമർ. അപ്പൊ ആ ട്രിനിറ്റേറിയൻ ഗ്രാമർ ആണ് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ താങ്കൾ ഇവിടെ പറയുന്ന യഹോവ എന്ന ഒരു വിഷയത്തിൽ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് യഹോവ ആരാണ് എന്നുള്ളതിന് ഞാൻ താങ്കളെ കൊടുക്കാനോ ചതിക്കാനോ അല്ല. ഒരു സെക്കൻഡ് ഞാൻ ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ. ഈ ടിസം ബ്രദർ ഇപ്പൊ ഇനി പഠിക്കാനുണ്ട്. അദ്ദേഹം പഠിച്ചിട്ട് ക്ലാരിറ്റിയോടെ ഈ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യും എന്ന് ഇപ്പൊ വെറുതെ അബദ്ധം പറഞ്ഞ് കുരുക്കിൽ ചാടാൻ അദ്ദേഹം ഇല്ല എന്നും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുന്നത് താഴെ ഇരുന്ന് അനേകരെ ആളുകൾ കമന്റ് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടിസം ബ്രദറിനേക്കാൾ ബെറ്റർ ആയിട്ട് ഇത് അവതരിപ്പിക്കാനും ഇതിന്റെ ഒരു ക്ലാരിറ്റി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ആയിട്ട് കൊടുക്കാനും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അനിമ നിങ്ങളെ മോളിൽ കയറ്റും. ടിസം ബ്രദറിനും കേൾക്കാം, എനിക്കും കേൾക്കാം, നമുക്ക് എല്ലാവർക്കും കേൾക്കാം. വെറുതെ നമ്മൾ അവിടെ ഇരുന്ന് ഗീർവാണം പറഞ്ഞിട്ട് അല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കിച്ച് കയറി വരാം കേട്ടോ. കാരണം ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ. കുഴപ്പമില്ല ടിസൺ. ആരെങ്കിലും അറിവുള്ള പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരൊന്ന് പറയും. നല്ല കാര്യം. ഞാൻ അറിയത്തില്ലാത്ത ഒരു കാര്യം വ്യക്തതയോടെ ഒരാൾ പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ വെരി ഹാപ്പി. ഇപ്പൊ ഞാനിനി ശിവപാസ്റ്റർ പറഞ്ഞ ഒരു ആരോപണത്തിന് മറുപടി പറയാം. ശിവപാസ്റ്ററെ, ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മിസ്റ്ററി ആണെന്ന്. അപ്പൊ താങ്കൾ ഞാൻ ഈ വിശുദ്ധ ഗ്രിഗറി മാത്രമല്ല ട്രിനിറ്റേറിയൻ വ്യാഖ്യാനത്തിൽ അനേകം ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രിഗറിയുടെ ഒരു റെഫറൻസ് എടുത്തുകൊണ്ട് ഗ്രിഗറിയാണ് ഹോളി ട്രിനിറ്റിയുടെ ഫൈനൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയരുത്. എങ്കിലും ഇത് ഗ്രിഗറിയൻ ഈ വിഷയത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എങ്കിലും ഞാൻ ഇതിന്റെ ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം വായിക്കാം. പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ഏക ദൈവത്തെ ത്രിത്വത്തെ ഏകത്വത്തിലും വ്യക്തികളെ തമ്മിൽ കൂട്ടിക്കലർത്താതെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പോകുന്നത്. ഏക സത്തയെ വിഭജിക്കാതെ, ഇതാണ് ഞാൻ താങ്കളെ മുന്നിൽ പറഞ്ഞത്. ദൈവത്തിന് ഒരൊറ്റ സത്തയേ ഉള്ളൂ. ഇത് സമാന സത്താവാദമല്ല, 3 സത്തകളല്ല, ഒറ്റ സത്തയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏക സത്തയെ വ്യക്തികളെ തമ്മിൽ കൂട്ടിക്കലർത്തും. വ്യക്തികളെ തമ്മിൽ കൂട്ടിക്കലർത്താതെ. അല്ല, ഒരു സെക്കൻഡ് അവിടെ നിർത്തിയിട്ട് ഞാൻ പറയാം. താങ്കൾ ആ വ്യക്തികളെ തമ്മിൽ കൂട്ടിക്കലർത്തി, അതെവിടെയാന്ന് ടിസൺ മനസ്സിലായോ? അതായത് നോളജും വില്ലും പവറും നിങ്ങൾ പറഞ്ഞപ്പോ ഈ നോളജും വില്ലും പവറും കൂടെ ഒരുമിക്കുമ്പോഴാണ് ദൈവമായിട്ട് വരുന്ന വ്യക്തികൾ കൂട്ടിക്കലർന്നു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഈ നോളജിനെയും വില്ലിനെയും പവറിനെയും ഓരോ വ്യക്തികളായിട്ട് കണ്ടോളാൻ പറഞ്ഞു. അപ്പൊ അവിടെ വ്യക്തികൾ കൂട്ടിക്കലർന്നു. കാരണം ഓരോ വ്യക്തികളും അപൂർണരായി അവരിൽ തന്നെ. അപ്പൊ പിന്നെ അവർ കൂടിക്കലരുകയാണ്. ശ്രദ്ധിച്ചത് ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞായിരുന്നു. ഞാൻ ഈ പറയാൻ പോകുന്ന ഉദാഹരണത്തിന് ഇന്റലക്ച്വലി ഒത്തിരി പരിമിതികൾ ഉള്ളതാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേകത്വമാകുന്നതെന്ന് ഒന്നും ചിന്തിക്കാനുള്ള ഒരു സാമ്പിൾ തന്നതേ ഉള്ളൂ. ആ സാമ്പിളിനെ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അനേകം പ്രോബ്ലംസ് ഉണ്ടാവും. ലോകത്തിൽ ഇനി മാർപ്പാപ്പയ്ക്കടക്കം ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. എന്താണ് മാർപ്പാപ്പയ്ക്കടക്കം ഞാൻ ഡിക്ലെയർ ചെയ്യാണ്, ഹോളി ട്രിനിറ്റിയെ ലൂപ്പ് ഹോളുകൾ ഇല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് വരെ മനുഷ്യ ബുദ്ധിക്ക് അത് സാധിക്കത്തില്ല. ലൂപ്പ് ഹോളുകൾ ഇല്ലാതെ, ചോദ്യങ്ങൾ അവശേഷിപ്പിക്കാതെ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും പ്രോബ്ലംസും അവശേഷിക്കാതെ ഹോളി ട്രിനിറ്റിയെ നിർവചിക്കാൻ മനുഷ്യബുദ്ധിക്ക് സാധിച്ചാൽ പിന്നെ അതിനെ ദൈവം എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അപ്പൊ ഞാനത് സാധാരണക്കാർക്ക് ഒരു കൺവിൻസിങ് ആകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് തന്നെയാണ് ടിസം ബ്രദറെ, അത് തന്നെ കൊടുത്തോട്ട സാറും പറഞ്ഞ് ഇതുവരെ ട്രിനിറ്റി ഒരുത്തിനും വ്യാഖ്യാനിച്ചിട്ടില്ലെന്ന്. ഒരു കാര്യം ചെയ്തു, ശിവപാസ്റ്റർ അങ്ങ് വ്യാഖ്യാനിച്ചു. ഞാൻ ചോദ്യം ചോദിക്കാം, അടുത്ത ദിവസം നമുക്ക് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയാം. താങ്കൾ ട്രിനിറ്റി പറയുക, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ഒരു പ്രശ്നമില്ല. I am very happy. Up to what extent you can ask questions, anyone ask questions. കാരണം ഞാൻ ട്രിനിറ്റി പറയാൻ നിൽക്കുന്നത് പഠിച്ചിട്ടും ബോധ്യപ്പെട്ടിട്ടുവാ. Anyone is welcome. നിങ്ങൾക്ക് ചോദിക്കാം, ആർക്കും ചോദിക്കാം. ഐ എം വെരി ഓപ്പൺ. ഏത് ചോദ്യം ചോദിക്കാം. ഇത് പഠിച്ചിട്ടാ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞാന് ഒരു സെക്കൻഡ്
ഇവിടെ കൈറോ കയറി വരാൻ പോകുന്നത് ട്രിനിറ്റി വിശദീകരിക്കാനാണോ? ആണെങ്കിൽ ആണെന്ന് ആ കമന്റിൽ ഒന്ന് ഇട്ടേ കൈറോ. ട്രിനിറ്റി വിശദീകരിക്കാനാണോ താങ്കൾ വരുന്നത്? അല്ല ആണോ ഇതിന്റെ അല്ലയോ എന്ന് മോനെ അല്ല ടീസ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ്. ഇവിടെ കൈറോ ആരെങ്കിലും ഉണ്ടോ ട്രിനിറ്റി വിശദീകരിക്കാൻ എന്ന് ചോദിച്ചപ്പോഴാണ് കൈറോ കൈവക്കിയത്. അതാണോ അല്ലയോ എന്ന് ഞാൻ ഒന്ന് ഉറപ്പിച്ചോട്ടെ. ആണെങ്കിൽ പുള്ളിയെ കയറ്റാം. പിന്നെ നിങ്ങൾക്ക് ഈ ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ അനുമോൻ അവസരം ഒരുക്കി തരുമായിരിക്കും കേട്ടോ. ഞങ്ങളുടെ ഈ ചർച്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞതിന് ശിവപാസ്റ്റർ പറഞ്ഞതിനെ ഒക്കെ കൗണ്ടർ ചെയ്യാനുള്ള അവസരം തരുമായിരിക്കും. നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഡിസംബർ വായിക്കാനുള്ളത് വായിച്ചു. അപ്പം ഇതിന്റെ ഒരു ഫൈനൽ പരിശുദ്ധ തീർത്ഥത്തെ കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം, ഏക ദൈവത്തെ ത്രിത്വത്തിലും ത്രിത്വത്തെ ഏകത്വത്തിലും വ്യക്തികളെ തമ്മിൽ കൂടിക്കലർത്താതെ ഏക സത്തയെ വിഭജിക്കാതെ നാം ആരാധിക്കുന്നു. കാരണം പിതാവിന്റെ വ്യക്തിത്വം ഒന്ന്, പുത്രന്റെ വ്യക്തിത്വം ഒന്ന്, മറ്റൊന്ന് പരിശുദ്ധാത്മാവിന്റെ വേറൊന്ന്. എങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം ഏകമാണ്. അതാണ് സത്ത, ദൈവത്വം. അവരുടെ മഹത്വം സമമാണ്, അവരുടെ പ്രഭവവും തുല്യമാണ്, നിത്യമാണ്. അപ്പം പിതാവ് നിത്യനാണെന്നാണ് പറയുന്നത്, പുത്രന് നിത്യനാണ്, പരിശുദ്ധാത്മാവ് നിത്യനാണ്. ദൈവിക വ്യക്തികൾ തമ്മിൽ എന്തായിരിക്കുന്നുവോ അതിൽ വേർപെടുത്താനാവാത്തവരാണ്. അവർ എന്ത് പ്രവർത്തിക്കുന്നോ അതിലും വേർപെടുത്താനാവാത്തവരാണ്. എങ്കിലും ഏകൈക ദൈവിക പ്രവർത്തനങ്ങളിൽ ത്രിത്വത്തിന്റെ ഓരോ വ്യക്തിയും തന്റെ പ്രത്യേക സവിശേഷത വെളിപ്പെടുന്നു. പുത്രന്റെ മാനുഷിക അവതാരം, പരിശുദ്ധാത്മാവിന്റെ ദാനം എന്നീ ദൈവിക ഐക്യങ്ങളിൽ ഈ വസ്തുത വളരെ പ്രകടമാണ്. അപ്പോ ഇത് വളരെ 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 സൂക്ഷ്മതയോടെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഞാനിപ്പോ ശിവപാസ്റ്റർ എന്നോട് ചോദിച്ചു, ഒരു വിഷയം ഞാൻ അഡ്രസ്സ് ചെയ്തില്ല. ദൈവം ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അതിനെ തിയോളജിക്കലി ദൈവം ഒരു നേച്ചറാണ് എന്നാണ് ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് തിയോളജിക്കലി അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയേണ്ടതുള്ളത് കൊണ്ട് ഞാനിവിടെ അഡ്രസ്സ് ചെയ്യാതെ പോവുകയാണ്. പക്ഷെ എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞാൽ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനി ഇതിന് ശേഷം നമ്മൾ ഈ ചോദ്യത്തിന് അഡ്രസ്സ് ഞാൻ ഉറപ്പായിട്ട് അതിന് ശേഷം ഞാനും ശിവപാസ്റ്ററും തമ്മിൽ ഇപ്പം നടന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം കുറെ കൂടെ ക്ലാരിറ്റി അവിടെ ശിവപാസ്റ്ററിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാവും. താങ്ക് യു. അപ്പം ശിവപാസ്റ്ററെ, ഇതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇതിനപ്പുറത്തേക്ക് അതെ, കുഴപ്പമില്ല. നമ്മുടെ ഒരു അബദ്ധം പറയുന്നതിൽ നല്ലത് പഠിച്ചിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമുക്ക് ഇതിവിടെ നിർത്താം. ഇത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നതനുസരിച്ച് തുടരാം. ഇപ്പൊ അനുമാനം ഇതങ്ങ് ഓപ്പൺ ചെയ്തേക്ക്. താഴെ നിന്നുള്ളൊരു മോളിൽ കയറി വന്നിട്ടേ ഈ നടന്ന ചർച്ചയുടെ ഒരു അഭിപ്രായം പറയാനും ഒക്കെ ആയിട്ട് അവസരം കൊടുക്കും. ഇനി ഒന്നും പറയാനില്ലല്ലോ, ടിസം പറഞ്ഞു കഴിഞ്ഞില്ലേ? അല്ലേ ശിവപാസ്റ്റർ ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാനുള്ളത്. ഇപ്പൊ എനിക്ക് ഇനി ഫർദർ ചോദ്യം അതിന് ഉത്തരവില്ലാത്ത സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്കത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. നിങ്ങൾ അതിനൊരു ഉത്തരവൊക്കെ കണ്ടുപിടിച്ചു. ഓക്കെ